അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യ പണ്ഡിതന്മാരെ, പണ്ഡിതകളെ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന, വർഷങ്ങളായി ആ മേഖലയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഒരു വലിയ മഹത്തായ ഒരു സേവനമാണ്, ദഅവത്താണ് ഖുർആൻ പഠിപ്പിക്കുന്നതിലൂടെ നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഈ അവസരം ഉദ്ദേശിച്ചിട്ടുള്ളത്. ആവശ്യമായതൊക്കെ നിങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ എന്തിനാണ് അള്ളാഹു അവതരിപ്പിച്ചത്? സൂറത്ത് സ്വാദ് 29-ാമത്തെ ആയത്ത് വളരെ കൃത്യമായി എന്തിന് അവതരിപ്പിച്ചു എന്ന് അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഖുർആന്റെ അവതരണത്തിൻ്റെ 2 ലക്ഷ്യമാണ് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്. ഖുർആൻ മുബാറക്കാണ്, അനുഗ്രഹീതമാണ്. ലിയദ്ദബ്ബറു ആയാതിഹി, ഒന്ന് തദബ്ബുറാണ് ഖുർആൻ അവതരിച്ചതിൻ്റെ ലക്ഷ്യം. രണ്ടാമത്തത് വലിയതദക്കറ ഉലുൽ അൽബാബ്, ജീവിതത്തിൽ അത് പാലിക്കലുമാണ്. ഇൽമും അമലുമാണ്, അറിവ് നേടുകയും അതനുസരിച്ച് ജീവിതത്തിൽ അത് ഉൾക്കൊള്ളുകയും ചെയ്യലാണ് ഖുർആൻ അവതരിപ്പിച്ചതിൻ്റെ ലക്ഷ്യം. സഹാബികൾ പറയുന്നത് നമുക്ക് കാണാം, അള്ളാഹുവിൻ്റെ റസൂല് 10-20 ആയത്തുകൾ ഞങ്ങൾക്ക് ഓതിത്തരും. ഫതഅല്ലംനൽ ഖുർആന, അങ്ങനെ ഖുർആൻ ഞങ്ങൾ പഠിക്കും എന്ന് പറഞ്ഞാൽ മനഃപ്പാടമാക്കും. അതിൽ നിന്ന് വൽ ഇൽമ വൽ അമല, അറിവ് നേടുകയും അമല് നേടുകയും ചെയ്യും. അപ്പോൾ പഠിച്ചു പോകുന്നതിന് മാത്രമുള്ളതല്ല, അതനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ പ്രവർത്തിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഇതായിരുന്നു സ്വഹാബത്തിൻ്റെ ഖുർആൻ പഠനത്തിൻ്റെ രീതി എന്ന് ധാരാളം റിപ്പോർട്ടുകൾ നമുക്ക് കാണാം. ഒന്നും മനസ്സിലാക്കാതെ വായിച്ചു പോകുന്ന ഒരു ഗ്രന്ഥം എന്നത് പറഞ്ഞാൽ അതൊരു പക്ഷേ ലോകത്ത് ഖുർആൻ മാത്രമായിരിക്കും. വായിക്കുന്നതിന് പുണ്യമുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് വെറും വായിച്ചു തീർക്കുന്നൊരു ഗ്രന്ഥമായി ഖുർആനെ സമീപിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കാണാം. ഒരു വൈദ്യശാസ്ത്രത്തിലോ ഗണിതശാസ്ത്രത്തിലോ വേറെ ഏതെങ്കിലും വിഷയത്തിലൊരു ഗ്രന്ഥമാണെങ്കിൽ അതിലുള്ള ഇൽമ് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ വെറുതെ വായിച്ചു പോകുന്ന സംസ്കാരം പൊതുവെ ഉണ്ടാവില്ല. ഖുർആനെ സംബന്ധിച്ചിടത്ത് നമുക്കത് കാണാം. കാരണം വായിക്കുന്നതിന് ഖിറാഅത്തിന് അതിൻ്റെ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഓതുന്നവരുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ എന്താണ് ഖുർആനിലുള്ളത് എന്ന് മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നർത്ഥം. അതിൽ ഖുർആൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്. അള്ളാഹുവിൻ്റെ ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ. അങ്ങനെ അള്ളാഹുവിൻ്റെ ആയത്തുകൾ പഠിപ്പിക്കുമ്പോൾ അള്ളാഹു ഓരോ ആയത്തുകൾ കൊണ്ടും എന്താണോ ഉദ്ദേശിച്ചത് അതാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നതും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതും. അത് കുറച്ച് ഗൗരവമുള്ള വിഷയമാണ്. സൂറത്ത് അറാഫ് 33-ാമത്തെ ആയത്ത്, അതേപ്രകാരം സൂറത്ത് സുമർ 60-ാമത്തെ ആയത്ത്, ഈ ആയത്തുകളിലെല്ലാം അള്ളാഹു പറയുന്നത് വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾക്കറിയാത്തത് നിങ്ങൾ പറയുന്നത് അള്ളാഹ് ഹറാമാക്കിയ വലിയ കുറ്റമാണ് എന്നാണ്. ഖുൽ ഇന്നമാ ഹറമ റബ്ബി അൽ ഫവാഹിഷ മാ ലഹറ മിൻഹ വമാ ബത്തൻ എന്ന് തുടങ്ങുന്ന ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹ് പറയുന്നു വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, വിവരമില്ലാതെ പടച്ചവൻ്റെ പേരിൽ പറയരുത്, അത് അള്ളാഹ് ഹറാമാക്കിയ കാര്യമാണ്. അപ്പോൾ വിഷയം നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയുന്നത് അള്ളാഹ് ഉദ്ദേശിച്ചത് തന്നെയാണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ ബോധ്യമുള്ളതായിരിക്കണം നമ്മൾ പറയുന്നത്. അതല്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയുന്നവരുടെ
ആ ഗണത്തിലായിപ്പോകും. അതുപോലെ സൂറത്ത് സുമറിൽ പറഞ്ഞത് വയൗമൽ ഖിയാമത്തി തറല്ലദീന കദബു അലല്ലാഹ് വുജൂഹുഹും മുസ്വദ്ദ അലൈസ ഫീ ജഹന്നമ മസ്വൽ ലിൽ മുതകബ്ബിരീൻ എന്നാണ്. അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയുക അത് വളരെ ഗൗരവമുള്ളതാണ്. നമ്മൾ മനഃപൂർവ്വം ആയിരിക്കില്ല, കളവ് പറയണം എന്നുള്ള ദുരുദ്ദേശത്തിലും ആയിരിക്കില്ല, എങ്കിലും അള്ളാഹ് ഉദ്ദേശിച്ച ആശയമാണ് നമ്മൾ പറയുന്നത് എന്ന് ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ആ രൂപത്തിലാണ് ഖുർആൻ മനസ്സിലാക്കേണ്ടതും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നത്. ആ രീതി, ആ അവസ്ഥ നമുക്ക് നേടിയെടുക്കാൻ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? പൂർവികരായ പണ്ഡിതന്മാർ ഖുർആൻ്റെ തഫ്സീർ, ഖുർആൻ്റെ ആശയം ഗ്രഹിക്കുന്നതിന് ഒരു രീതിശാസ്ത്രം വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു കസീർ ആ കാര്യം പരാമർശിക്കുന്നുണ്ട്. അതുപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്ക് ഉസൂലു തഫ്സീർ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അങ്ങനെ ഉലൂമുൽ ഖുർആൻ്റെ ഉസൂലു തഫ്സീറുകളുടെ ഗ്രന്ഥങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കണം ഖുർആൻ്റെ തഫ്സീർ പറയേണ്ടത്, ഏത് മാർഗമാണ് അവലംബിക്കേണ്ടത് എന്ന് പണ്ഡിതോചിതമായ ചർച്ചകളും വിശദീകരണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ ഒന്ന്, ഖുർആന് തഫ്സീർ പറയേണ്ടത് ഖുർആൻ കൊണ്ട് തന്നെയാണ്. എല്ലാ വിഷയത്തിനും ഖുർആൻ തഫ്സീർ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ചിലതിനൊക്കെ ഖുർആൻ തന്നെ അതിൻ്റെ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയുന്ന ഒരായത്താണ് അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അടുത്ത ആയത്ത് തഫ്സീറാണ്. അതിൻ്റെ ചേർന്ന് വരുന്ന ആയത്ത് എന്താണ്? അല്ലദീന ആമനു വക്കാനു യത്തഖൂൻ. സൂറത്ത് യൂനുസ് 62, 63. അപ്പോൾ ഔലിയ ഉള്ള ആരാണ് എന്ന് ശേഷം ചേർന്ന് വരുന്ന ആയത്തിൽ അതിൻ്റെ തഫ്സീർ അള്ളാഹ് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ചില ആയത്തുകൾക്ക് അങ്ങനെ വന്നത് നമുക്ക് കാണാം. ഇപ്പം നമുക്കറിയാം സൂറത്ത് ത്വാരിഖ്, ഒമാ അദ്റാക മത്വാരിഖ്, എന്താണ് ത്വാരിഖ് എന്ന് അള്ളാഹു നമ്മളോടൊരു ചോദ്യശൈലിയിൽ ഉന്നയിച്ചിട്ട് ത്വാരിഖ് എന്താണെന്ന് അള്ളാഹ് തന്നെ പറയാണ്, അന്നജുമു സാഖിബ്, അതാണ് ത്വാരിഖിൻ്റെ തഫ്സീർ. അപ്പം അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഖുർആനിൽ തന്നെ ചേർന്നുകൊണ്ട് അതിൻ്റെ തഫ്സീറുകൾ വന്നിട്ടുണ്ടാകാം, ചിലപ്പോൾ മറ്റ് ഭാഗങ്ങളിൽ വന്നിട്ടുണ്ടാകാം. രണ്ടാമത്തത് ഹദീസ് കൊണ്ട് ഖുർആന് വിശദീകരണം പറയുക. രണ്ടാമത്തതാണ് ഒന്ന് തഫ്സീറുൽ ഖുർആനി ബിൽ ഖുർആൻ, രണ്ടാമത്തത് തഫ്സീറുൽ ഖുർആനി ബിസ് സുന്ന, സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഖുർആന് തഫ്സീർ പറയുക. അപ്പോൾ നമുക്ക് കാണാം ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, സൂറത്ത് യൂനുസ് 26 ആയത്ത്. ലില്ലദീന അഹ്സനു, നന്മ ചെയ്ത ആളുകൾക്ക് അൽ ഹുസ്ന, സ്വർഗമുണ്ട്, വസിയാദ, അതിൻ്റെ പുറമെ സിയാദത്തുമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ആ സിയാദത്ത് എന്ന് സഹാബികൾക്ക് സംശയമായിരുന്നു. കാരണം സ്വർഗം കിട്ടിയിട്ട് പിന്നെ അതിൻ്റെ പുറമെ വേറെന്താണ് എന്ന ഒരു സംശയം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, സ്വർഗവാസികളൊക്കെ സ്വർഗത്തിലെത്തിയ ശേഷം മനുഷ്യരുടെയും അള്ളാഹുവിൻ്റെ ഇടയിലുള്ള മറ അള്ളാഹ് നീക്കം ചെയ്യുകയും എന്നിട്ട് അള്ളാഹുവിനെ സ്വർഗവാസികൾക്ക് കാണുവാനുള്ള ഒരു ദർശനത്തിനുള്ള സൗഭാഗ്യം നൽകുകയും ചെയ്യും. അങ്ങനെ സ്വർഗത്തിലുള്ള മുഴുവൻ ആളുകളും പൗർണമി ദിനത്തിൽ ചന്ദ്രനെ കാണുന്ന പോലെ തിക്കിത്തിരക്ക് കൂടാതെ സർവ്വ ആളുകളും അള്ളാഹുവിനെ കണ്ടുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തോതി, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ എന്ന ആയത്തോതി. അപ്പോൾ ആ ആയത്തിന് റസൂലുള്ള നൽകിയിട്ടുള്ള തഫ്സീർ സിയാദ എന്ന് പറഞ്ഞാൽ ലിഖാ ഉല്ലാ എന്നാണ്, അള്ളാഹുവിനെ കാണുക എന്നാണ്. ഈ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആയത്തിൻ്റെയൊക്കെ തഫ്സീർ ഹദീസുകളിലൂടെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ സിയാദത്ത് എന്താണെന്ന് ഖുർആനിൽ എവിടെയും പരാമർശിക്കുന്നില്ല, മറിച്ച് ഹദീസിലാണ് ആ സിയാദത്ത് കൊണ്ട് ഉദ്ദേശിച്ചത് അന്നളറു ഇലാ വജ്ഹില്ല എന്നതാണ് എന്ന വിശദീകരണം വരുന്നത്. അതേസമയത്ത് വഹയിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്തിഹാദ് അനുസരിച്ച് വല്ലതും പറഞ്ഞാൽ അത് വല്ല അബദ്ധവുമുള്ളതാണെങ്കിൽ തിരുത്തപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ അപൂർവമായ ചില സംഗതികൾ അങ്ങനെ ഉണ്ട്. അങ്ങനെ വരുന്നതാണെങ്കിൽ അതിൽ ഖത ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ആ ഭാഗത്തിൻ്റെ വിശദീകരണം വരികയും തിരുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ചില സംഗതികളും ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് നമുക്ക് കാണാം. അത് നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഒന്ന് ഖുർആന് ഖുർആൻ കൊണ്ട് തഫ്സീർ പറയുക, രണ്ടാമത്തത്
സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഖുർആന് വിശദീകരണം പറയുക. മൂന്നാമത്തെ മാർഗം സ്വഹാബത്തിൽ നിന്നുള്ള തഫ്സീറുകളാണ്. മൂന്നാമത്തത്, ചില ആയത്തുകൾക്ക്, ചില ആയത്തിലെ ലഫ്ളുകൾക്ക് സഹാബത്തിൻ്റെ തഫ്സീറുണ്ട്. പൊതുവെ സഹാബികളുടെ തഫ്സീറിൻ്റെ ഒരു പ്രത്യേകത, ഈ മുജ്മലായിട്ട് ഇജ്മാലിയായിട്ടുള്ള തഫ്സീർ വളരെ കുറവാണ്. ഒരായത്തിൻ്റെ മൊത്തം ആശയം, നമ്മളിപ്പോൾ അങ്ങനെയാണല്ലോ, നമ്മുടെ പരിഭാഷകളൊക്കെ ഉണ്ടാകുക, ആയത്തിൻ്റെ വാക്കർത്ഥം, പിന്നെ ആ ആയത്തിന് മുഴുവനായിട്ടുള്ളൊരു ആശയം കൊടുക്കും, എന്നിട്ടാണ് പിന്നെ അതിൻ്റെ വിവരണങ്ങൾ നൽകുക. അപ്പം ആ രീതിയിലല്ല സഹാബികളുടെ തഫ്സീർ. സഹാബികളുടെ തഫ്സീറിൽ മഹാഭൂരിഭാഗവും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക ആയത്തിലുള്ള ഏതെങ്കിലും ലഫ്ളിൻ്റെ വിശദീകരണമാണ് അവർ നൽകുക. കാരണം അതാണ് ആളുകൾക്ക്, അന്നത്തെ സമൂഹത്തിലെ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ളത്. അവരിൽ നിന്നുണ്ടാകുന്ന ചോദ്യങ്ങളും അങ്ങനെയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോടൊക്കെ ചില ആയത്തുകളുമായി ബന്ധപ്പെട്ട് സംശയം ചോദിച്ച കാണാം. അവിടേക്ക് എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം, എന്താണ് വസീല, എന്താണ് വസീലയുടെ അർത്ഥം? അങ്ങനെ ചില വാക്കുകളുടെ ആശയങ്ങളാണ് ജനങ്ങൾക്ക് കിട്ടേണ്ടത്. ബാക്കിയുള്ളതൊക്കെ അവർക്ക് പരിചിതമായിരിക്കും. അപ്പോൾ ആ നിലക്ക് ചില ആയത്തുകൾക്ക് സഹാബികൾ എന്ത് ചെയ്തിട്ടുണ്ട്? തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായി സൂറത്തുൻ നിസാ 43-ാമത്തെ ആയത്ത്. സൂറത്തുൻ നിസാ 43 നമുക്ക് പരിചയമുള്ള ആയത്താണ്. വഇൻ കുന്തും മർള ഔ അലാ സഫരിൻ ഔ ജാഅ അഹദും മിനൽ ഗായിതി ഔ ലാമസ്തുമുൻ നിസാ. അവിടെ ലാമസ്തുമുൻ നിസാ എന്ന് പറഞ്ഞതിന് എന്താണ് തഫ്സീർ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിന് നൽകുന്ന തഫ്സീർ അൽ ജിമാ എന്നാണ്. ജാമഅത്തും എന്നാണ് അതിന് നൽകിയിട്ടുള്ള തഫ്സീർ. മുസന്നഫ് അബ്ദുറസാഖിലും അതുപോലെ തന്നെ മുസന്നഫ് ഇബ്നു അബി ഷൈബയിലുമൊക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നുള്ള ഈ റിവായത്ത് വന്നിട്ടുണ്ട്. അതിൽ നിന്നാണ് മറ്റ് പിൽക്കാലത്ത് വരുന്ന മുഫസ്സിറുകളൊക്കെ ഇത് അവലംബിക്കുന്നത്. അപ്പോൾ അവിടെ ലാമസ്തുമുൻ നിസാ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായിട്ടും സഹാബികളിൽ നിന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നു. അതുകൊണ്ട് അത് ആ ആയത്തിൻ്റെ തഫ്സീറായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ഇങ്ങനെ സഹാബികളിൽ നിന്നുള്ള ഈ തഫ്സീറുകൾ വരുമ്പോൾ അത് എല്ലാവരും ഏകോപിച്ച് വന്നാൽ അത് സ്വീകരിക്കപ്പെടും. അത് ഇജ്മാ ആയാൽ, ഇജ്മാ മൊത്തത്തിൽ ഹുജ്ജത്താണ്. പണ്ഡിതന്മാർ സഹാബികളുടെ ഇജ്മാ ഒരു വിഷയത്തിലുണ്ടായാൽ അത് പ്രമാണമായിട്ടാണ് അംഗീകരിക്കപ്പെടുക. അപ്പോൾ ഏതെങ്കിലും ഒരായത്തിൻ്റെ തഫ്സീർ സഹാബത്തിൽ നിന്ന് വരികയും അത് അംഗീകരിക്കപ്പെടുകയും ചെയ്ത് ആ രണ്ടഭിപ്രായം സഹാബികൾക്കിടയിൽ ഇല്ലെങ്കിൽ അത് സ്വീകരിക്കപ്പെടും. ചില ആയത്തിന് സഹാബികൾ തഫ്സീർ പറയുന്നുണ്ടെങ്കിലും ഇഖ്തിലാഫ് ഉണ്ടാകും. അങ്ങനെയും ചില ആയത്തുകൾ വരുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഈസാ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ഭാഗത്ത് നമുക്ക് കാണാം, വ ഇമ്മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലയുമിനന്ന ബിഹി ഖബ്ല മൗതിഹി. ആ ഖബ്ല മൗതിഹി എന്നുള്ള ലമീറിൻ്റെ മർജി ഏതാണ്? എവിടേക്കാണ് ആ ലമീർ മടങ്ങുന്നത്? ചിലർ പറയുന്നു ഈസാ നബി അലൈഹി സ്വലാമിലേക്കാണെന്ന്, ചിലർ പറയുന്നു ഈ വേദക്കാരനിലേക്കാണെന്ന്. അപ്പോൾ അവിടെ രണ്ട് തഫ്സീറും സഹാബികളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇഖ്തിലാഫാണ് ആ വിഷയത്തിലുള്ളത്. അപ്പോൾ ഇല്ലാ ലയുമിനന്ന ബിഹി എന്ന് പറഞ്ഞാൽ വേദക്കാരിൽപ്പെട്ട ഏതൊരു വ്യക്തിയും ഈസാ നബി അലൈഹി സ്വലാമിൽ വിശ്വസിക്കാതിരിക്കില്ല ഖബ്ല മൗതിഹി. അബൂ ഹുറൈറയെ പോലെയുള്ള ആളുകൾ പറയുന്നത് ഈസാ നബി മരിക്കുന്നതിൻ്റെ മുമ്പ്. ഈസാ നബി മരിക്കുന്നതിൻ്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? അന്ത്യനാളിലെ സംഭവമായിട്ടാണ് അത് മാറുക. അന്ത്യനാളിനോടനുബന്ധിച്ചാണ് ഈസാ നബി അലൈഹി സ്വലാം വരുന്നത്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ എല്ലാ വേദക്കാരും യഹൂദന്മാരും ക്രിസ്ത്യാനികളൊക്കെ വിശ്വസിക്കും എന്നാണ് അപ്പറയുമ്പോൾ അർത്ഥം വരുന്നത്. മറ്റൊന്ന് ഖബ്ല മൗതിഹി എന്ന് പറഞ്ഞാൽ ഓരോ വേദക്കാരനും മരണം ആസന്നമായ സന്ദർഭത്തിൽ ശരിയായ രീതിയിലുള്ള വിശ്വാസം അവന് ഉണ്ടാവും, സ്വീകരിക്കും, അംഗീകരിക്കുന്ന. പക്ഷേ അള്ളാഹ് സ്വീകരിക്കൂല, ഫലം ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ രണ്ട് തഫ്സീറുകളും, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഒരു തഫ്സീറും അബൂ ഹുറൈറ റളിയല്ലാഹു മറ്റൊരു തഫ്സീറും, ആ നിലക്ക് ഖബ്ല മൗതിഹി എന്ന ലമീർ ഏതിലേക്കാണ് മടങ്ങുന്നത് അവിടെ ഇഖ്തിലാഫുണ്ട്. അപ്പോൾ സഹാബികൾക്കിടയിൽ ഇങ്ങനെ ഇഖ്തിലാഫ് വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത് ശേഷം നമുക്ക് പരാമർശിക്കാം. അപ്പോൾ സൂചിപ്പിക്കുന്നത് മൂന്നാമത്തെ മാർഗം, ഖുർആനും ഹദീസിലും തഫ്സീർ നേർക്കുനേരെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അവലംബിക്കുന്നത് സഹാബത്ത് എന്ത് തഫ്സീറാണ് ഇതിന് പറഞ്ഞിട്ടുള്ളത്, അവരിൽ നിന്ന് വല്ല റിവായത്തുകളും ആസാറുകളും ഈ വിഷയത്തിലുണ്ടോ എന്നുള്ള പരിശോധനയാണ്. നാലാമത്തെ വഴി താബികൾ പറഞ്ഞിട്ടുള്ള തഫ്സീറാണ്.
നാലാമത്തതാണ്. സഹാബത്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് താബികളുതാണ്. താബികളുടെ തഫ്സീറിനെ സംബന്ധിച്ച് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് വിശദീകരിച്ചിട്ടുള്ളത്, അവർക്കിടയിൽ ഇജ്മാ ഉണ്ടായാൽ, ഒരു കാര്യത്തിൽ ഒരു തഫ്സീറിൽ താബികൾക്കിടയിൽ ഇജ്മാ ഉണ്ടായാൽ അത് പ്രമാണമാണെന്ന വിഷയത്തിൽ അവിടെ സംശയം ഉന്നയിക്കപ്പെടുന്നില്ല. ഇനി താബികൾക്കിടയിൽ ഇഖ്തിലാഫാണ് വന്നതെങ്കിലോ, അവർക്ക് തന്നെ വ്യത്യസ്തമായ തഫ്സീറുകൾ വന്നാൽ അവർ പരസ്പരം അത് ഹുജ്ജത്തല്ല, ശേഷമുള്ളവർക്കും ഹുജ്ജത്തല്ല. താബികൾക്കിടയിൽ വ്യത്യസ്തമായ തഫ്സീറാണ് വന്നതെങ്കിൽ ആ തഫ്സീർ ഇഖ്തിലാഫുള്ളതാണെങ്കിൽ അത് പ്രമാണമായിട്ട് ഒരു തഫ്സീർ മറ്റൊരു വിഭാഗം അംഗീകരിക്കൽ അനിവാര്യമാകുന്ന പ്രമാണമായി പരിഗണിക്കപ്പെടുകയില്ല. അങ്ങനെ വരുമ്പോൾ പിന്നെ എന്ത് ചെയ്യണം? അതിൽ ഖുർആൻ്റെ ലുഗത്ത് നോക്കണം, ഹദീസ് നോക്കണം, അതേപ്രകാരം തന്നെ മറ്റ് സഹാബികളുടെ കൗല് നോക്കണം. ഇങ്ങനെയെല്ലാം പരിഗണിച്ചുകൊണ്ട് ആ പറയുന്ന തഫ്സീർ ഏതാണ് സ്വീകരിക്കേണ്ടത് എന്ന് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ വീക്ഷണമാണുള്ളത്. മൊത്തത്തിൽ പറഞ്ഞ സഹാബികളും താബീങ്ങളും അവരൊക്കെ പറഞ്ഞ തഫ്സീർ ഒഴിവാക്കിയിട്ട് അതിന് എതിരായ ഒരു തഫ്സീറിലേക്ക് പോയിക്കൂടാതാണ്. സലഫുകൾ പറഞ്ഞ എല്ലാ തഫ്സീറുകൾക്കും ഉപേക്ഷിച്ചിട്ട് അതിന് നേരെ വിരുദ്ധമായ ഒരു തഫ്സീർ, അതിൽ ഉൾപ്പെടുന്നതല്ല, ആ ആശയത്തിൻ്റെ ഭാഗമായി ചേർക്കപ്പെടുന്നതല്ല, അതിന് വിരുദ്ധമായ ഒരു തഫ്സീറിലേക്ക് പോകുന്നുവെങ്കിൽ അവിടെ അബദ്ധം സംഭവിക്കും എന്ന കാര്യമാണ് ഈ വിഷയം വിശകലനം ചെയ്തിട്ട് ഷെയ്ഖുൽ ഇസ്ലാം അത് വിശദീകരിച്ച് പറയുന്നത്. ഇനി ഇങ്ങനെ ആസാറുകൾ ഇല്ലെങ്കിലോ എന്നാണ്. തഫ്സീർ ഖുർആനിൽ വന്നിട്ടില്ല, ഹദീസുകളും വിശദീകരണം വന്നിട്ടില്ല, അതിൻ്റെ പുറമെ സഹാബത്തോ താബികളോ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ചില വിഷയങ്ങൾ വരും. വളരെ കുറഞ്ഞ വിഷയങ്ങൾ അങ്ങനെ ഉള്ളൂ, എങ്കിലും അങ്ങനെയും വരും. അങ്ങനെ വരുമ്പോൾ എന്താണ് പരിഹാരം എന്ന്? ആസാറുകളില്ലെങ്കിൽ പിന്നെ റിവായത്തില്ലെങ്കിൽ ദിറായത്താണ് പരിഹാരം, ഇജ്തിഹാദാണ് പരിഹാരം. ആ ഇജ്തിഹാദ് പരിഗണിക്കുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒന്ന് യോഗ്യതയുള്ള പണ്ഡിതനായിരിക്കണം. ഇജ്തിഹാദിനുള്ള യോഗ്യത ആ പണ്ഡിതനുണ്ടാവണം. കെലിമത്തുകൾ, ഖുർആനിലെ വാക്കുകൾ, അത് എന്താണോ അതിൻ്റെ ആശയമായിട്ട് വരിക, ചില സ്ഥലത്ത് ശർഈയായ ആശയമുണ്ടാകും ചില വാക്കുകൾക്ക്. ഇപ്പോൾ നമുക്കറിയാം, സ്വലാത്ത് എന്ന വാക്കിന് ഇസ്ലാം നൽകിയ പുതിയ അർത്ഥമുണ്ട്. അത് ഇസ്ലാമിൻ്റെ മുമ്പില്ലാത്ത അർത്ഥമാണ്. മുമ്പുള്ള അർത്ഥം പ്രാർത്ഥന എന്നാണ്, ഭാഷയിൽ അർത്ഥം അതാണ്. പക്ഷേ ഇസ്ലാം നൽകിയത് നമസ്കാരം എന്നുള്ള അർത്ഥമാണ്. അത് ഇസ്ലാമിൻ്റെ ഭാഷയാണ്. സക്കാത്തിന് വിശുദ്ധി എന്നാണ് ഭാഷാർത്ഥം. മതം നൽകിയ പുതിയ അർത്ഥമാണ് ശർഈയായിട്ടുള്ള സക്കാത്ത് എന്നുള്ള ആ വിഷയം വരുന്നത്. ഇങ്ങനെ മതപരമായ ചില ആശയങ്ങൾ ചില കലിമത്തിനുണ്ടാകും, ചില കലിമത്തിന് ഭാഷാപരമായിട്ടുണ്ടാകും. ഈ ആയത്തിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ സിയാക്ക്, സന്ദർഭം പരിശോധിക്കണം. എന്നിട്ട് അറബി ഭാഷയും ആ ഭാഷയിൽ ഭാഷാർത്ഥവും ശർഈയായ അർത്ഥവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് വേണം എന്താണ് ആയത്തിന് തഫ്സീർ നൽകേണ്ടത് എന്ന് കണ്ടെത്തുവാൻ. അങ്ങനെയാണ് തഫ്സീർ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഭാഷാർത്ഥമുണ്ട്, ശർഈയായ അർത്ഥമുണ്ട്. രണ്ട് അർത്ഥവും വരുന്നിടത്ത് ശർഈയായ അർത്ഥത്തിനാണ് പരിഗണന. കാരണം ശർഅ് പഠിപ്പിക്കാനാണ് ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. ഭാഷാഗ്രന്ഥം ആയിട്ടല്ല ഖുർആൻ അല്ലാഹ് അവതരിപ്പിച്ചത്. അതുകൊണ്ട് ഖുർആനിൽ ശർഈയായ പദപ്രയോഗങ്ങൾ വന്നാൽ ആ വാക്കുകൾക്ക് ഭാഷാർത്ഥമുണ്ടെങ്കിലും ഭാഷാർത്ഥമല്ല പരിഗണിക്കേണ്ടത്, ശർഈയായ അർത്ഥമാണ് പരിഗണിക്കേണ്ടത്. ഉദാഹരണമായിട്ട് ഖുർആനിൽ വന്നു, വലാ തുസല്ലി അലാ അഹദിം മിൻഹും മാത അബദ. അവരിൽ നിന്ന്, മുനാഫിക്കുകളിൽ നിന്ന് മരിച്ച ഒരാളുടെ പേരിലും താങ്കൾ നിസ്കരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കൊരു നിർദ്ദേശമായിക്കൊണ്ട് അള്ളാഹു നൽകിയിട്ടുള്ളതാണ്. അവിടെ വലാ തുസല്ലി എന്ന് പറഞ്ഞാൽ ദുആ ചെയ്യരുത് എന്ന ഭാഷാർത്ഥമല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് സ്വലാത്തിന് ശർഇൽ നൽകുന്നൊരർത്ഥം നമസ്കാരം എന്നാണ്. അപ്പം മുനാഫിക്ക് മരിച്ചാൽ മയ്യത്ത് നമസ്കരിക്കരുത് എന്നാണ് ഉദ്ദേശം, അല്ലാതെ പ്രാർത്ഥിക്കരുത് എന്നുള്ള ഭാഷാർത്ഥമല്ല. അപ്പോൾ ഒരു ലഫ്ളിന് രണ്ടർത്ഥം വരുന്നു.
ഭാഷാർത്ഥവുമുണ്ട്, ശർഈയായ അർത്ഥവുമുണ്ട്. എങ്കിൽ നമ്മൾ പരിഗണിക്കേണ്ടത് ശർഈയായ അർത്ഥമാണ്. എന്നാൽ രണ്ടർത്ഥമുള്ള അതേ വാക്ക് തന്നെ, ശർഈയായ അർത്ഥമുണ്ട്, ഭാഷാർത്ഥമുണ്ട്. പക്ഷേ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഷാർത്ഥമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കപ്പെടുന്ന ചില സന്ദർഭങ്ങളുണ്ടാവും. അത്തരം സന്ദർഭങ്ങളിൽ ഭാഷാർത്ഥമാണ് നൽകേണ്ടത്. ഉദാഹരണമായിട്ട് ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം. അവിടെയുണ്ട് സ്വലാത്ത്, വസല്ലി അലൈഹിം. അവിടെ സല്ലി അലൈഹിം എന്ന് പറഞ്ഞാൽ സക്കാത്ത് തന്നോൽക്ക് വേണ്ടി മയ്യിത്ത് നിസ്കാരം നടത്തണം എന്നല്ല. അവിടെ സലാത്തിൻ്റെ അർത്ഥം ശർഈയായ അർത്ഥമല്ല. പിന്നെന്താണ്? വസല്ലി അലൈഹിം എന്ന് പറയുമ്പോൾ ഭാഷാർത്ഥമാണ്, അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന. അപ്പം എന്തുകൊണ്ടാണ് ശർഈയായ അർത്ഥം നൽകാതെ സ്വലാത്തിന് ഭാഷാർത്ഥം നൽകിയത്? നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? രണ്ടർത്ഥമുണ്ടെങ്കിൽ പരിഗണിക്കേണ്ടത് ശർഈയായ അർത്ഥമാണെന്നാണ്. ഇവിടെ ശർഈയായ അർത്ഥം പരിഗണിക്കാതെ ഭാഷാർത്ഥം പരിഗണിച്ചത് നമുക്കതിന് ദലീല് വേറെയുണ്ട്. ആല് അബു ഔഫ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് സക്കാത്ത് കൊണ്ടുവന്നു. സക്കാത്ത് കൊണ്ടുവന്നപ്പോൾ നമുക്കവിടെ കാണാം ഹദീസിൽ, കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഉതിയ ബിസദഖതി ഖൗമിൻ, റസൂലിൻ്റെ അടുക്കലേക്ക് ഏതെങ്കിലും ഒരു കൂട്ടര് സക്കാത്ത് കൊണ്ടുവന്നാൽ സ്വല്ലാ അലൈഹിം, അവർക്ക് വേണ്ടി നബി പ്രാർത്ഥിക്കും. ഫഅതാഹു അബീ ബിസദഖതിഹി, അങ്ങനെയാണ് എൻ്റെ വാപ്പ സദക്കയും കൊണ്ട് സക്കാത്തും കൊണ്ട് നബിൻ്റെ അടുത്ത് ചെന്നത്. ഫഖാല, അപ്പോൾ നബി സ്വലാത്ത് നിർവഹിച്ചു. അല്ലാഹുമ്മ സ്വല്ലി അലാ ആലി അബി ഔഫ, അബൂ ഔഫൻ്റെ കുടുംബത്തിൻ്റെ പടച്ചവനെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഈ ഹദീസാണ് ഇവിടെ ഭാഷാർത്ഥമാണ് ഉദ്ദേശിക്കുന്നത്, ശർഈയായ അർത്ഥമല്ല എന്നതിന് ദലീല്. അപ്പോൾ ശർഈയായ ഒരു ലഫ്ദിന് ശർഈയായ അർത്ഥമുണ്ട്, ഭാഷാർത്ഥവുമുണ്ട്. എങ്കിൽ ആദ്യം നമ്മൾ പരിഗണിക്കുക ശർഈയായ അർത്ഥമാണ്. അതാണ് സ്വീകരിക്കുന്ന നിലപാട്. എന്നാൽ തെളിവുകൾ കൊണ്ട് ശർഈയായ അർത്ഥമല്ല ഇവിടെ, മറിച്ച് ഭാഷാർത്ഥം തന്നെയാണ് എന്ന് വ്യക്തമാകുന്ന തെളിവുകൾ ഉണ്ടായാൽ അവിടെ ശർഈയായ അർത്ഥത്തെക്കാളും ഭാഷാർത്ഥത്തിനാണ് പരിഗണന നൽകുക. ഈ നിലക്കാണ് ഹദീസിൻ്റെ ഭാഷയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഈ വിഷയങ്ങൾ, തഫ്സീറുകൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പം അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അതിൽ നമുക്ക് സഹായകമാകുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ സബബുൻ നുസൂൽ, അവതരണത്തിൻ്റെ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്. അവതരിച്ച കാരണമുണ്ടെങ്കിലും ആ കാരണത്തിന് മാത്രം ഖാസായിരിക്കില്ല, ആയത്ത് ആമ്മായിരിക്കും, പൊതുവായിരിക്കും. പക്ഷേ സബബുൻ നുസൂൽ മനസ്സിലാക്കുന്നത് ആയത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കുവാൻ സഹായിക്കും. ചിലപ്പോൾ ഒരു ആയത്തിന് തന്നെ 3-4 സബബുൻ നുസൂൽ ഉണ്ടാവും. ഒരു ആയത്തിന് തന്നെ സബബുൻ നുസൂലുകൾ കുറേ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആയത്തിറങ്ങുന്ന സന്ദർഭത്തിൽ ഈ വിഷയങ്ങളൊക്കെ നാട്ടിലുണ്ടാവും. എല്ലാം ആ സന്ദർഭത്തിൽ നാട്ടിലുള്ള വിഷയങ്ങളായിരിക്കും. അപ്പോൾ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരായത്ത് അവതരിച്ചപ്പോൾ ഓരോരുത്തരും കരുതുന്നു ഞങ്ങളുടെ പ്രശ്നത്തിന് ഈ ആയത്തിലൂടെ പരിഹാരം ഉണ്ടായി, മറ്റുള്ളവരും കരുതുന്നു അവരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായി. അങ്ങനെ ഒരേ സന്ദർഭത്തിലുള്ള വിവിധ വിഷയങ്ങൾ നാട്ടിലുണ്ടായിരിക്കെ ഒരായത്ത് അവതരിക്കുന്നു. മറ്റൊന്ന് സംഭവിക്കാറുള്ളത്, ഒരു സംഭവം നാട്ടിലുണ്ടായി, ചിലപ്പോൾ റസൂലിൻ്റെ അടുക്കലേക്ക് കേസെത്തും. ആ സമയത്ത് ആയത്ത് അവതരിച്ചു, റസൂൽ അത് വിശദീകരിച്ചു കൊടുത്തു. മറ്റൊരു കേസ് അവിടെ ഉണ്ടായി, അവർക്കും ഈ ആയത്ത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെ ചിലപ്പോൾ 2 തവണയൊക്കെ ഈ ആയത്തിൻ്റെ വിവരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ടാവും. അപ്പോൾ ഓരോരുത്തരും അവരവർക്ക് ഉണ്ടായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ഈ സംഭവത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് ഒരാൾ പറയും, മറ്റേയാൾ പറയും ഞങ്ങളുടെ സംഭവത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത്. 2 സംഭവവും ഈ ആയത്തിൻ്റെ വിഷയത്തിൽ, വിവരണത്തിൽ ഉൾപ്പെടുന്നതുമായിരിക്കും. കാരണം സബബുൻ നുസൂലിന് ഖാസായിട്ടല്ല ആയത്തിൻ്റെ നിയമങ്ങൾ ആമ്മായിട്ട് പൊതുവായിട്ടുള്ളതാകും. സന്ദർഭവും ആ സാഹചര്യവും നമ്മൾ അറിയുമ്പോൾ നമുക്ക് ഈ ആയത്തിൻ്റെ വിവരണം മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാകും. ചില ആയത്തുകളുടെ ഉദ്ദേശം മനസ്സിലാകാൻ സബബുൻ നുസൂൽ അറിഞ്ഞിരിക്കൽ ആവശ്യമായിട്ട് വരും. കാരണം ആയത്തിൻ്റെ ഒരു
വായിച്ചാൽ മാത്രം ചിലപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യില്ല, കൃത്യമായിട്ട് നമുക്ക് വിഷയം വിശദമായി കിട്ടൂല. നേരെ മറിച്ച് അതിൻ്റെ സബബുൻ നുസൂൽ കൂടി വായിക്കുമ്പോൾ നമുക്കത് ലഭിക്കും. അതിൽ അസ്ബാബുൻ നുസൂൽ എന്ന് പറഞ്ഞിട്ട് കിതാബുണ്ട്, അസ്ബാബുൻ നുസൂലുണ്ട്, സുയൂത്തിൻ്റെ കിതാബുണ്ട്. പക്ഷെ നമ്മൾ തഹക്കീക്കുള്ളതേ അവലംബിക്കാവൂ. സബബുൻ നുസൂലിൽ വളരെ കൂടുതൽ ദഈഫായ റിപ്പോർട്ടുകൾ വളരെയധികം ദഈഫുകൾ വരുന്നുണ്ട്. അപ്പോൾ തഹക്കീക്കുള്ള ഏതെങ്കിലും സബബുൻ നുസൂലിൻ്റെ ഒരു ഗ്രന്ഥം അവലംബിച്ചാൽ ഹസനാണോ സഹിയാണോ ദഈഫാണോ നമുക്ക് എന്ത് ചെയ്യുക, വ്യക്തത കിട്ടും. ദഈഫാണെന്ന് നമുക്ക് അറിഞ്ഞുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ദഈഫായ റിപ്പോർട്ട് നമുക്ക് വായിക്കാം, അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാം. അത് ദഈഫാണെന്ന് അറിഞ്ഞുകൊണ്ടാവണം. കാരണം മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടിയല്ല, നമുക്ക് പഠിപ്പിക്കുന്ന അധ്യാപകരെ നിലക്ക് ഇങ്ങനൊരു ദഈഫായ സബബുൻ നുസൂൽ ഈ വിഷയത്തിലുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അത് നമുക്കെന്ത് ചെയ്യും, ചില ഉപകാരങ്ങളൊക്കെ ചെയ്യും. ഇനി ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും തഫ്സീർ വായിച്ചിട്ട് ആ ആയത്തിന് ഇങ്ങനെ ഒരു സബബുൻ നുസൂൽ ഉണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അതുണ്ട്, പക്ഷെ അത് സഹി അല്ലാത്തതുകൊണ്ട് നമ്മൾ സ്വീകരിക്കാത്തത് നമുക്ക് പറയാൻ കഴിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് സബബുൻ നുസൂലിൻ്റെ ഗ്രന്ഥങ്ങൾ ഏതെങ്കിലും ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, അവലംബിക്കുക. അത് അസ്ബാബുൻ നുസൂൽ എന്ന് പറഞ്ഞിട്ട് ഖാസായ കിതാബുകളുണ്ട്. ചില ജലാലൈനി ഉണ്ടല്ലോ, തഫ്സീർ ജലാലൈനി, ആ ജലാലൈനി തന്നെ അതിൻ്റെ കൂടെ അസ്ബാബുൻ നുസൂൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഗ്രന്ഥമുണ്ട്. അതേപോലെ തന്നെ സഹീഹു അസ്ബാബുൻ നുസൂൽ എന്ന് പറഞ്ഞിട്ടും കിതാബുണ്ട്. അതാണ് കൈ കിട്ടുന്നെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ട്. സഹീ അസ്ബാബുൻ നുസൂൽ നോക്കുമ്പോൾ നമുക്കതിലെന്ത് ചെയ്യുന്നുണ്ട്, സഹിയും ലൈഫും വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയും. കാരണം വളരെ കുറച്ച് മാത്രമേ സഹിയായ റിപ്പോർട്ടുകൾ ഉണ്ടാവുള്ളൂ, പലതും ലൈഫായ റിപ്പോർട്ടുകളായിരിക്കും. ഇനി ഇതിൽ മറ്റൊരു ഭാഗമുള്ളത് ഇഖ്തിലാഫുകൾ വരുന്നത് സഹാബത്തിൻ്റെയോ അല്ലെങ്കിൽ ആസാറുകളിലൊക്കെ ഇഖ്തിലാഫ് വരും. നമ്മളിപ്പോൾ ഇബ്നു കസീറോ തൊബരിയോ അതുപോലെയുള്ള ഏതെങ്കിലും തഫ്സീർ വായിക്കുമ്പോൾ ഇബ്നു അബ്ബാസ് ഇങ്ങനെ പറഞ്ഞു, മുജാഹിദ് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ഓരോരുത്തർ പറഞ്ഞത് ഇങ്ങനെ ഉദ്ധരണികൾ കൊടുക്കും. ആ ഉദ്ധരണികൾ നമ്മൾ വായിക്കുമ്പോൾ വ്യത്യസ്തമായിരിക്കും. ആ വ്യത്യസ്തത രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് തനവ്വു ഉണ്ട്, ഒന്ന് തലാദ് ഉണ്ട്. തനവ്വു എന്ന് പറയുമ്പോൾ ഒരേ ആശയം തന്നെ വിവിധ പദങ്ങളിലൂടെ ആയിരിക്കും ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ടാവുക, വൈരുദ്ധ്യം ഉണ്ടാവില്ല. എല്ലാവരും പറയുന്നത് പരസ്പരം ചേർത്ത് വെക്കാവുന്നതായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇഖ്തിലാഫ് ലഫ്ളിയാണ്, പദത്തിൽ വ്യത്യസ്തമാണ്. എല്ലാവരും പറഞ്ഞ ആശയം എന്ത് തന്നെയാണ്, ഒന്നാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, ആ ഖളാ എന്ന് പറഞ്ഞതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന തഫ്സീർ അമറ എന്നാണ്. ഖളാ റബ്ബുക, അമറ റബ്ബുക എന്നാണ്. മുജാഹിദ് നൽകുന്നത് വസ്വാ എന്നാണ്, വസിയ്യത്ത് ചെയ്തു എന്നാണ്. റബീ ഇബ്നു അനസ് നൽകിയിട്ടുള്ളത് ഔജബ എന്നാണ്, അള്ളാഹു നിർബന്ധമാക്കി. ഈ മൂന്ന് പദപ്രയോഗങ്ങളിൽ വ്യത്യസ്തമാണെങ്കിൽ ആശയം തന്നെയാണ്, അള്ളാഹുവിൻ്റെ നിർബന്ധമായ കൽപ്പനയാണ്, തീരുമാനമാണ് അത് എന്നുള്ളതാണ്. അപ്പോൾ ആ നിലക്ക് ചില പദങ്ങളിൽ വ്യത്യസ്തതയുണ്ടെങ്കിലും ആശയപരമായിട്ട് യാതൊരു തരത്തിലുള്ള വൈരുദ്ധ്യം ഉണ്ടാവില്ല. ആ രൂപത്തിൽ ആസാറുകളിൽ തഫ്സീറുകൾ, നമ്മൾ ആസാറുകൾ പരിശോധിക്കുമ്പോൾ വ്യത്യസ്തത നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന് ലഫ്ളിലും മായനയിലും വ്യത്യാസമുണ്ടാകും. ഒരു അസറിൽ കാണുന്ന ലഫ്ളല്ല മറ്റേതിൽ, ഒരാൾ പറഞ്ഞ അർത്ഥവുമല്ല മറ്റേയാളിതിൽ. ലഫ്ളിൽ മാത്രമല്ല വ്യത്യാസം, രണ്ട് അർത്ഥവും ഉണ്ടാകും. അങ്ങനെ രണ്ട് അർത്ഥത്തിന് വന്നാൽ അവിടെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണമെന്നാണ്. അവിടെ ഈ രണ്ട് അർത്ഥവും ഈ ആയത്തിന് സാധ്യതയുള്ളതാണോ അല്ലയോ എന്നാണ് പരിശോധിക്കുക. രണ്ടും സാധ്യതയുള്ള ഒരു തഫ്സീറാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതെല്ലാം നമുക്ക് സ്വീകരിക്കാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ വത്ലു അലൈഹിം നബ അല്ലദീ ആതൈനാഹു ആയാതിനാ ഫൻസലഖ മിൻഹ എന്ന് പറയുന്ന ആയത്ത്, ഫഅത്ബഅഹു ശൈത്താനു ഫകാന മിനൽ ഗാവീൻ എന്ന ആയത്താണ്. 40. ആ ആയത്തിൽ സൂറത്ത് അറാഫിൽ 175 ആയത്ത്, അവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അസർ ഉള്ളത് റജുലും മിൻ ബനി ഇസ്രായീൽ. റജുലുൻ മിൻ ബനി ഇസ്രായീൽ
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് റജുലും മിൻ അഹ്ലിൽ യമൻ, യമൻകാരനാണ്. അങ്ങനെ വിവിധമായ പരാമർശങ്ങൾ വ്യത്യസ്തമായ അർത്ഥതലത്തിലുള്ളത് നമുക്ക് കാണാം. അപ്പം ഇങ്ങനെ വന്നാൽ എന്താണ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അതിൻ്റെ ഉദാഹരണമായിട്ട് ഇസ്രായേൽപ്പെട്ട ഒരാളെയാണ്. അതേ സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഈ ആയത്തിൽ പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണമാണ് യമനിലെ ഒരാൾ. അങ്ങനെ ആയത്തിനെ മനസ്സിലാക്കിയാൽ അവിടെ വൈരുദ്ധ്യമല്ല. കാരണം ഓരോരുത്തരും അവരെ അറിവിൽപ്പെട്ട ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. അത് മാത്രമാണെന്ന് അവരാർക്കും വാദമല്ല. അതുകൊണ്ട് അങ്ങനെ ലഫ്ളിൽ മഅനയിലും വ്യത്യസ്തത ഉണ്ടാവുകയും ആ വ്യത്യസ്തതയെല്ലാം ഒരു ഉദാഹരണമായിട്ടോ ഏതെങ്കിലും വജ്ഹിലോ പരസ്പരം ചേർന്ന് വരികയും ചെയ്യുന്നുവെങ്കിൽ ആ ആസാറുകളെ ജമ്മ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ വേണ്ടത്. ഉദാഹരണമായിട്ട് വക്കഅ്സൻ ദിഹാക്ക, ദിഹാക്ക എന്ന് പറയുന്നതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ അസർ മംലൂഅത്ത് എന്നാണ്. മംലൂഅത്ത് നിറഞ്ഞ കോപ്പ എന്നാണ്. അവിടെ മുജാഹിദ് നൽകിയിട്ടുള്ളത് മുത്തതാബിയത്ത് എന്നാണ്, തുടരെയുള്ളത്. ഇക്രിമ നൽകുന്നത് സ്വാഫിയത്ത്, തെളിഞ്ഞത് എന്നാണ്. ഇത് പരസ്പരം വൈരുദ്ധ്യമല്ല. കാരണം ഓരോരുത്തരും അതിൻ്റെ ഓരോ സ്വഭാവങ്ങളെ എന്ത് ചെയ്തു വ്യക്തമാക്കി എന്നർത്ഥം. ഇതൊക്കെ അതിനുണ്ട് എന്നാണ് എൻ്റെ ആശയം. അപ്പം ഈ രൂപത്തിൽ വ്യത്യാസം വന്നാൽ അതിനെ നമ്മൾ പരിഗണിക്കണം. ഇനി വൈരുദ്ധ്യമാണെങ്കിലോ എന്നാണ്. ഇതിന് മൂന്നാമത്തെ ഒരു സാധ്യതയുള്ളത് എന്താണ്? വ്യത്യാസമുണ്ട്, ആ വ്യത്യസ്തമായ അർത്ഥം പരസ്പരം വൈരുദ്ധ്യവുമാണ് വരുന്നതെങ്കിൽ, തലാദാണെങ്കിൽ അവിടെ ഏറ്റവും പ്രബലമായത് ഏത് എന്ന് കണ്ടെത്തണം. ഏതാണോ റാജിഹായിട്ടുള്ളത്, പ്രബലതയുള്ള തഫ്സീർ ഏതാണോ അത് കണ്ടെത്തിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുക്കുക. ഉദാഹരണം, ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത്തുൽ ആയത്തുണ്ടല്ലോ, അതിൽ ഫമനിൽ തുറ ഗൈറ ബാഗിൻ വലാ ആദിൻ എന്ന് പറഞ്ഞെടുത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നൽകുന്ന തഫ്സീർ ഗൈറ ബാഗിൻ ഫിൽ മൈത്തത്തി വലാ ആദിൻ ഫി അക്ലിഹി, വിശപ്പ് മാറാൻ തിന്നാൽ മതി, വയറ് നിറച്ച് തിന്നണ്ട. ഇതാണ് ആരുടെ തഫ്സീർ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നൽകുന്ന തഫ്സീർ. അവിടെ നമുക്ക് തഫ്സീർ ഇബ്നു കസീർ കാണാം വഖീല, ഇവിടെ മറ്റൊരു അഭിപ്രായമുള്ളത്, അവിടെ ഖീല തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒയറ ഖാരിജിൻ അലൽ ഇമാം, ഭരണാധികാരിക്കെതിരെ പുറപ്പെടാതെ. ബഗി എന്ന് പറഞ്ഞാൽ അങ്ങനെ അർത്ഥമുണ്ടല്ലോ, രാജ്യത്ത് കലാപുണ്ടാക്കുന്ന ധിക്കാരികൾ ബഗിയാണ്. ആ അർത്ഥം ചില തഫ്സീറുകൾ നൽകിയിട്ടുണ്ട്. ഒല ആസിം ബി സഫരിഹി, അവൻ്റെ യാത്ര ഹറാമായ യാത്രയല്ല എന്ന രീതിയിൽ അതിന് തഫ്സീർ നൽകിയിട്ടുണ്ട്. അപ്പോൾ അവിടെ രണ്ടാമത് പറഞ്ഞ ഈ തഫ്സീറിന് എന്തില്ല? തെളിവിൻ്റെ സന്ദർഭത്തിൻ്റെ പിമ്പലം ഇല്ല. കാരണം ഇവിടെ ഉദ്ദേശം എന്താണ്? ലറൂറത്തിൻ്റെ ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. ആൾക്ക് ഭക്ഷണം കിട്ടാതെ ഹറാമായ ഭക്ഷണം മാത്രമുള്ള ലറൂറത്തിൻ്റെ ഒരു ഘട്ടമാണ്. ആ ലറൂറത്തിൻ്റെ പരിഹാരമാണ് ഈ ആയത്തിൽ പരാമർശിക്കുന്നത്. അല്ലാതെ രാജ്യത്ത് കലാപങ്ങളോ യുദ്ധങ്ങളോ ഉള്ള ആ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയമല്ല ഇവിടെ പരാമർശിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ തെളിവിൻ്റെ പിമ്പലമില്ലാത്തതാണ് ഈ രണ്ടാമത്തെ തഫ്സീർ. അപ്പം അങ്ങനെ പരസ്പര വിരുദ്ധമായ വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ വരുമ്പോൾ അവിടെ ഏതാണോ ഏറ്റവും പ്രബലമായത് എന്ന് കണ്ടെത്തുകയും അത് പരിഗണിക്കുകയും ചെയ്യുകയാണ് ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ട നിലപാട്. ഞാൻ ഓടിച്ചു പോകാൻ സമയം കയ്യാറായി. അപ്പം ഇങ്ങനെ തഫ്സീറുകൾ ഭാഷയുടെയും മറ്റുള്ള എല്ലാം കൂടി പരിശോധിച്ചിട്ട് ആയത്തിന് തഫ്സീർ പറയുമ്പോൾ അതിൽ അബദ്ധം വരാതിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്ന്, അറിവില്ലായ്മയുടെ അടിസ്ഥാനത്തിൽ ഭാഷ മാത്രം പരിഗണിച്ചുകൊണ്ട് അറിവില്ലാതെ ഒരാൾ പറഞ്ഞാൽ അത് പലപ്പോഴും അബദ്ധത്തിലേക്ക് എത്തും. അപ്പം അതുകൊണ്ട് ആ രീതിയിൽ ഖുർആനിന് സ്വന്തം വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും പറയുന്നത് വളരെ ഗൗരവത്തിൽ തന്നെയാണ് കാണേണ്ടത്. ധാരാളം വാക്കുകൾ നമുക്കത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ ഇമാം തുർമുദിയുടെ ഹദീസുണ്ട്, മൻ ഖാല ഫിൽ ഖുർആനി ബിഗൈരി ഇൽമിൻ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ. അറിവില്ലാതെ ഖുർആനിൽ സ്വന്തം ഇഷ്ടപ്രകാരം താല്പര്യപ്രകാരം വ്യാഖ്യാനങ്ങൾ പറഞ്ഞാൽ അത് നരകത്തിലേക്ക് എത്തുന്നതാണ് എന്നാണ്. അപ്പം എന്ത് വേണം?
ഖുർആൻ്റെ തഫ്സീർ പറയുമ്പോൾ ദലീലുണ്ടാവണം, കൃത്യമായ ദലീല് വേണം. ആ ദലീല് ശറഇൻ്റെ പൊതു തത്വങ്ങൾക്കും പൊതുവായ നിയമങ്ങൾക്കുമെല്ലാം യോജിച്ചു വരുന്ന രൂപത്തിലായിരിക്കുകയും ചെയ്യണം. ഭാഷാ നിയമങ്ങളും അവിടെ ഇദ്ദേഹത്തിന് അറിയണം. അപ്പോൾ ഒരു ഭാഗത്ത് ഭാഷാ നിയമങ്ങൾ, അറബി ഭാഷയും അതിൻ്റെ നിയമങ്ങളും അറിഞ്ഞിരിക്കണം. മറുഭാഗത്ത് ശറഇയായ ദലീലുകളോട് ഇയാൾ പറയുന്ന തഫ്സീർ യോജിച്ചു വരണം. മറ്റ് ഹദീസുകൾക്കോ ആയത്തുകൾക്കോ മറ്റുള്ള അംഗീകരിക്കപ്പെടുന്ന ഉസൂലുകൾക്ക്, അടിസ്ഥാന ഉസൂലുകൾക്കോ എതിരാവുകയും ചെയ്യരുത്. ഇതൊക്കെ അതിൽ പ്രധാനമാണ്. ഉദാഹരണമായിട്ട് വഖൂമൂ ലില്ലാഹി ഖാനിതീൻ എന്നുള്ള ആയത്ത് നമുക്ക് പരിചയമുള്ള ഒരായത്തോണ്ട് ഞാനത് പറഞ്ഞതാണ്. വഖൂമൂ ലില്ലാഹി ഖാനിതീൻ എന്ന ആയത്തിന് ചിലർ പറയും കുനൂത്ത് ഓതലാണെന്ന് വ്യാഖ്യാനം പറയും. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഗതി എനിക്ക് സൂചിപ്പിച്ചാൽ, പക്ഷേ അത് ദുർവ്യാഖ്യാനമാണ്. സുബഹിയിലെ കുനൂത്തല്ല ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടതെന്നാണ് നമ്മൾ പറയാം. അതിന് കാരണം എന്താണ്? ഈ ആയത്തിൻ്റെ പശ്ചാത്തലം ഹദീസുകളിൽ വിശദീകരിക്കപ്പെടുന്നുണ്ട്. സെയ്ദ് ബിൻ അർക്കം റളിയല്ലാഹു അൻഹു പറയുന്നത്, കുന്നാ നതകല്ലമു ഫി സ്വലാത്തി, ഞങ്ങൾ നിസ്കരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു, സംസാരിക്കാറുണ്ടായിരുന്നു. യുകല്ലിമു അഹദുന അഖാഹു ഫി ഹാജത്തിഹി, ഓരോരുത്തരും തൻ്റെ സഹോദരനോട് ആവശ്യങ്ങൾ പറയും. ഹത്ത നസലത്ത് ഹാദിഹില്ലായ, ഈ ആയത്തിറങ്ങുന്നവരെ അങ്ങനെയായിരുന്നു. വഖൂമൂ ലില്ലാഹി ഖാനിതീൻ ആയത്തിറങ്ങിയപ്പോൾ ഫ ഉമിർനാ ബിസുകൂത്ത്, ഞങ്ങളോട് നിസ്കാരത്തിൽ ആളുകൾ തമ്മിലുള്ള സംസാരം പാടില്ല, മൗനം പാലിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അള്ളാഹുവിൽ നിന്നുള്ള അംറ് ലഭിച്ചത് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വിശദീകരിക്കുന്നത് ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വഖൂമൂ ലില്ലാഹി ഖാനിതീൻ എന്നുള്ളതിന് സുബഹിയിലെ കുനൂത്താണ് എന്ന് പറഞ്ഞാൽ അത് ദുർവ്യാഖ്യാനമാണ് എന്നർത്ഥം. കാരണം ഹദീസിൽ വ്യക്തമായി പരാമർശിച്ചതിന് എതിരായ വ്യാഖ്യാനമാണ്. അങ്ങനെ ഭാഷാ നിയമത്തിന് എതിരാവുക, മറ്റ് ആയത്തുകൾക്കെതിരാവുക, ഉസൂലുദ്ദീനിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്കെതിരാവുക, ചരിത്ര സത്യങ്ങൾക്കെതിരാവുക, ഈ രൂപത്തിലൊക്കെ ആയത്തുകൾക്ക് തെളിവുകളുടെ പിമ്പലമില്ലാത്ത രീതിയിൽ വ്യാഖ്യാനങ്ങൾ പറഞ്ഞാൽ ആ വ്യാഖ്യാനം തെവീൽ ഫാസിദായിരിക്കും, അത് അപകടകരമായതായിരിക്കും. മറിച്ച് റഈയ്, ഇജ്തിഹാദ്, അത് മംദൂഹാണ്, പ്രശംസനീയമാണ്. ഇപ്പറഞ്ഞ തത്വങ്ങളും ഉസൂലുകളൊക്കെ അറിയുകയും അതൊക്കെ പാലിക്കുകയും ചെയ്തുകൊണ്ട് ഒരാൾ ഖുർആനിൻ്റെ തഫ്സീർ പറയുന്നുവെങ്കിൽ, വിശദീകരണം പറയുന്നുവെങ്കിൽ അത് അംഗീകരിക്കപ്പെടുന്നതുമാണ്. ഈ പറഞ്ഞ രൂപത്തിൽ എല്ലാ നിയമങ്ങളും അറിയുകയും ഈ പറഞ്ഞ രൂപത്തിൽ ഒന്നിനോടും എതിരാവാതിരിക്കുകയും ചെയ്യുന്ന രീതിയിൽ. അതിപ്പോൾ സാധാരണ നമുക്ക് വരുന്നത് ഈ ശാസ്ത്രജ്ഞാനങ്ങളുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ അത്തരം വിഷയങ്ങൾ വരിക. ശാസ്ത്രീയമായ വിഷയങ്ങൾ ഖുർആൻ്റെ ഒരു മുഖ്യ ലക്ഷ്യമല്ല. അള്ളാഹുവിൻ്റെ അസ്തിത്വം സ്ഥിരപ്പെടുത്താനും പരലോകവും ബഅസും ബോധ്യപ്പെടുത്തുവാനുമാണ് ഖുർആൻ കാര്യമായിട്ട് ഈ ശാസ്ത്ര സൃഷ്ടി വൈഭവങ്ങളുമായി ബന്ധപ്പെട്ടതൊക്കെ പറയുന്നത്. ആ രൂപത്തിലാണ്. തൗഹീദ് റുബൂബിയത്ത് പറയുന്നത് തൗഹീദുൽ ഉലൂഹിയത്ത് സ്ഥാപിക്കാനാണ്. ചിന്തിക്കുവാൻ നമ്മളോട് ആവശ്യപ്പെടുന്ന പല ആയത്തുകളുടെയും അവസാനിപ്പിക്കുന്ന ഏതിലായിരിക്കും? ബഅസ്, ഖിയാമത്ത് നാൾ, പരലോകം തുടങ്ങിയ വിഷയത്തിലായിരിക്കും. അങ്ങനെയുള്ള വിഷയങ്ങളിൽ കാലികമായ അറിവുകൾ വികസിച്ചുകൊണ്ടിരിക്കും ശാസ്ത്ര വിഷയങ്ങളാകുമ്പോൾ. ആ നിലക്ക് ശാസ്ത്ര വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഖുർആനിൻ്റെ തത്വങ്ങൾക്കോ ഹദീസിൻ്റെ ആശയങ്ങൾക്കോ എതിരല്ലാത്ത ഭാഷാ നിയമത്തിൽ ഒതുങ്ങുന്ന രൂപത്തിൽ സന്ദർഭത്തിനനുസരിച്ച് വരുന്ന ഒരു വിശദീകരണം ഒരാൾ പറയുന്നുവെങ്കിൽ ആ വിശദീകരണം അനുവദിക്കപ്പെടുന്നതാണ്. അത് തീർത്തും തെറ്റാണെന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ വരുന്നില്ല. അതേസമയത്ത് ശാസ്ത്ര വിഷയങ്ങൾക്കനുസരിച്ച് ഖുർആനിൻ്റെ തഫ്സീറുകളെ വ്യാഖ്യാനിക്കുന്നത്, അതിലേക്ക് യോജിപ്പിച്ചുകൊണ്ടുള്ള വിശദീകരണം വരുന്നത് അത് അപകടം ഉണ്ടാക്കും. കാരണം എന്താണ്? ഇന്ന് ശാസ്ത്രം പറഞ്ഞ് നാളെ തിരുത്തി പറയും. ആ തിരുത്തി പറയുമ്പോൾ നമ്മൾ ഖുർആൻ തിരുത്തി പറയേണ്ട ഒരു ദുരവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തോട് ഖുർആനെ യോജിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരിക്കലും ഉണ്ടാവരുത്. മറിച്ച് ഖുർആനിൻ്റെ തഫ്സീറുകളിൽ ഉൾക്കൊള്ളുന്ന തരത്തിൽ ശാസ്ത്ര വിഷയങ്ങളിലെ വിശദീകരണങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗപ്പെടുത്താം. ആ രീതിയിലാണ് അത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് പണ്ഡിതന്മാരൊക്കെ, ആധുനികരായ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട്. ഇതിൽ സഹാബികളിലെ വളരെ
പ്രധാനപ്പെട്ട തഫ്സീറുകൾ വന്നിട്ടുള്ളത്, ഒന്ന് ഖുലഫാഉർ റാഷിദുകൾ ഏതായാലും ഉണ്ട്, അതിൻ്റെ പുറമെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ധാരാളം തഫ്സീർ നമുക്ക് ലഭിക്കുന്നത് ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ഉദ്ധരണികളാണ്. മറ്റൊന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, മറ്റൊന്ന് ഉബയ്യ് ഇബ്നു കഅബ്, സെയ്ദ് ബിൻ സാബിത്ത്, അബൂ മൂസൽ അശ്ശരി, അബ്ദുല്ലാഹി ബിൻ സുബൈർ, ഇവരിൽ നിന്നാണ് ഏറെ തഫ്സീറുകൾ വന്നിട്ടുള്ളത്. ഞാനിത് പറയുന്നത്, നമ്മൾ ഈ ഇബ്നു കസീറും അതുപോലുള്ള തഫ്സീർ വായിക്കുമ്പോൾ ഓരോ ആയത്തിൻ്റെയും കൂടെ ഇന്ന ആൾ പറഞ്ഞു ഇങ്ങനെ പറയുമ്പോൾ അതിലാരാണ് സഹാബികൾ, ആരാണ് താബികൾ എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാകൽ ആവശ്യമായിട്ട് വരും. ചിലപ്പോൾ ആ ആയത്തിൽ തന്നെ ഒരു തീരുമാനം പറയാൻ നമുക്കത് ആവശ്യമായിട്ട് വരും. വളരെ കുറച്ച് തഫ്സീറുകൾ വന്നിട്ടുള്ള ആളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഹദീസ് ധാരാളമാണ്, പക്ഷെ തഫ്സീറിൻ്റെ ആസാറുകൾ അദ്ദേഹത്തിൽ നിന്ന് കുറവാണ്. അതേ പ്രകാരം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, ജാബിർ ബിൻ അബ്ദില്ല, ഇവരെല്ലാം കുറച്ച് മാത്രമാണ് തഫ്സീർ എന്നുള്ള നിലക്കുള്ള ആസാറുകൾ വന്നിട്ടുള്ളത്. അവരെന്നൊക്കെ ഹദീസുകൾ ധാരാളം വരും ചെയ്തിട്ടുണ്ട്. താബികളിൽ പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യന്മാരാണ്. ഇബ്നു അബ്ബാസിൻ്റെ ജീവിതകാലം അത്രയും അദ്ദേഹം കഴിഞ്ഞിരുന്നത് മക്കയിലെ ഹറമിലാണ്. ഹറമിലെ അധ്യാപകനായിട്ടാണ് അദ്ദേഹം ജീവിച്ചത്. അവിടെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ധാരാളം വിദ്യാർത്ഥികൾ പഠിച്ചു. ആ വിദ്യാർത്ഥികളിൽ അറിയപ്പെടുന്ന മുഫസ്സിറാണ് ഒന്ന് മുജാഹിദ്. ഒരു മുജാഹിദ് ഉണ്ട്, തഫ്സീറിലും എല്ലാ കിതാബിലും വരുന്ന മുജാഹിദ്. അത് നമ്മളെ മെമ്പർഷിപ്പ് എടുത്ത ആളൊന്നുമല്ല. മുജാഹിദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ പ്രമുഖ ശിഷ്യനായിട്ടുള്ള മുഫസ്സിറാണ്. മറ്റൊന്ന് ഇക്രിമ റളിയല്ലാഹു അൻഹു, മൂന്നാമത്തെയാൾ അത്താ റളിയല്ലാഹു അൻഹു, അത്താ ബിൻ അബി റബാഹാണ്. ഇങ്ങനെ വളരെ പ്രസിദ്ധരായ ഒരുപാട് ശിഷ്യന്മാർ ആർക്കുണ്ട്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുണ്ട്. ചിലപ്പോൾ ഇക്രിമ പറഞ്ഞു അല്ല മുജാഹിദ് പറഞ്ഞു എന്നായിരിക്കും അസർ ഉണ്ടാവുക. അതല്ലെങ്കിൽ അവരിലൂടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നുള്ള നിവേദനമായിരിക്കും ഉണ്ടാവുക. രണ്ടാമത്തത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യന്മാരാണ്. അവർ കൂഫക്കാരാണ്, ഇറാഖിലാണ്. കാരണം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉമർ അള്ളാഹുവിൻ്റെ ഖിലാഫത്ത് കാലം മുഴുവനും അദ്ദേഹം ജീവിച്ചതും ഒക്കെ ഇറാഖിലെ അധ്യാപകനായിക്കൊണ്ട് നിയമിക്കപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരൊക്കെ മിക്കവാറും അവിടെയുള്ളവരായിരിക്കും ഉണ്ടാവുക. അതിലൊന്ന് ഖത്താദ, മറ്റൊന്ന് അൽഖമ, മറ്റൊരാൾ ഷഅബിയാണ്, പിന്നെ മസ്റൂഖ്, ഹസൻ ബസരി. അവിടെയും ഒരു അത്താ ഉണ്ട്, അത് അത്താ ഇബ്നു അബി മുസ്ലിമാണ്. അത്താ ഇബ്നു അബി മുസ്ലിമാണ്. ഇവരൊക്കെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രമുഖരായ ഖുർആൻ ഉദ്ധരണികൾ നൽകിയിട്ടുള്ള പണ്ഡിതന്മാരാണ്, ഖുർആൻ പണ്ഡിതന്മാരായിട്ട് അറിയപ്പെടുന്നവരാണ്. മദീനയിൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യന്മാരാണ് ഏറെ വരുന്നത്, തഫ്സീറുകൾ അധികവും വരുന്നത്. തൊബരിയിലും മറ്റൊക്കെ നമ്മൾ നോക്കിയാൽ ഈ പറയപ്പെടുന്ന ആളുകളെ എന്നുള്ള ഉദ്ധരണികളാണ് കൊടുക്കുക. ഒരായത്ത് കൊടുത്തിട്ട് ഈ ആയത്തിന് തഫ്സീർ ഈ രൂപത്തിൽ പറഞ്ഞ ആളുകൾ എന്ന് പറഞ്ഞിട്ട് 1, 2, 3 അങ്ങനെ തഫ്സീർ തൊബരിയിൽ നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയും. അതിൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹുവിൻ്റെ തഫ്സീറിൽ അറിയപ്പെടുന്ന വിദ്യാർത്ഥി ഒന്ന് സെയ്ദ് ബിൻ അസ്ലമാണ്. സെയ്ദ് ബിൻ അസ്ലം. രണ്ടാമത്തെ ആള് അബുൽ ആലിയ. മൂന്നാമത്തെ വരുന്നത് മുഹമ്മദ് ബിൻ കഅബുൽ ഖുറലി എന്ന് പറയുന്നതാണ്. മുഹമ്മദ് ബിൻ കഅബുൽ ഖുറലി, അതാണ് മൂന്നാമത്തെ ആൾ. ഈ നിരക്ക് കുറേ ശിഷ്യന്മാർ മദീനയിലും ഖുർആൻ മുഫസ്സിറുകൾ എന്ന നിരക്ക് താബികളുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ധാരണ ഉണ്ടായാൽ തഫ്സീർ പരിശോധിക്കുമ്പോൾ കുറേ ആശ്വാസം ഉണ്ടാവും, എളുപ്പമുണ്ടാവും. താബിയാണോ സഹാബിയാണോ എന്ന് മനസ്സിലാക്കിയാൽ വിഷയങ്ങളുടെ ഒരു തീരുമാനത്തിലെത്താൻ നമുക്ക് സഹായകമായി തീരും. പലപ്പോഴും ഇത്തരം ആളുകൾ എന്നുള്ള സനദുകളിൽ ധാരാളം ഉണ്ടാവുക മുർസലുകൾ ഉണ്ടാവും. മുർസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? താബിയിൽ ചെന്ന് അവസാനിക്കും, സഹാബിൻ്റെ പേരുണ്ടാവില്ല. തഫ്സീറുകളിൽ ധാരാളം മുർസലുകൾ വരുന്നുണ്ട്. മുർസലുകൾ ഹദീസിൻ്റെ വിഷയത്തിൽ മുർസലിൻ്റെ ഹുക്മ് ലഈഫാണ്. മുർസലായ ഹദീസ് ലഈഫിൻ്റെ ഇനത്തിലാണ് വരുന്നത്. അതേസമയത്ത് തഫ്സീറിൽ മുർസലുകൾക്ക് ധാരാളം ത്വരീഖുകളിലൂടെ വരുന്നുവെങ്കിൽ
അത് സ്വീകരിക്കപ്പെടും എന്ന ഒരു നിലപാടുണ്ട്. അതായത് ഹദീസിൻ്റെ മാനദണ്ഡത്തിൽ നിന്ന് ചില വിഷയത്തിൽ എവിടെ വ്യത്യാസമുണ്ട്? തഫ്സീറിലുണ്ട്. ഇത് രണ്ടിൽ നിന്നും വ്യത്യസ്തമാണ് ചരിത്രത്തിലുള്ളത്. അതുകൊണ്ട് ഓരോന്നിലും അതിൻ്റേതായ ചില കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ മുർസലായ ത്വരീക്കിലൂടെ ഒരു തഫ്സീർ വന്നു, അതൊരുപാട് ആളുകൾ വന്നിട്ടുണ്ട്, എല്ലാം മുർസലാണ്. പല ആളുകളിൽ നിന്നും വന്നിട്ടുണ്ട്, എല്ലാം മുർസലായ ത്വരീക്കുകളാണ്. എങ്കിൽ അത് ധാരാളം ത്വരീക്കുകളുണ്ടെങ്കിൽ അത് സ്വീകരിക്കപ്പെടും എന്ന നിലപാടുണ്ട്. അതുപോലെ തന്നെ ഖബർ വാഹിദ് ഉമ്മത്ത് മൊത്തത്തിൽ അവലംബിച്ച് വന്ന ഒരു രേഖയായിട്ടുള്ള ഖബർ വാഹിദാണെങ്കിൽ അതും തഫ്സീറിൻ്റെ കാര്യത്തിൽ സ്വീകരിക്കപ്പെടും. സംഗതി ഖബർ വാഹിദാണ്, പക്ഷെ ഉമ്മത്ത് മൊത്തത്തിൽ അത് അവലംബിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കപ്പെടും. ഈ നിലക്കാണ് തഫ്സീറുകൾ വരുന്നത്. അപ്പോൾ അതിൽ തഫ്സീർ മൗസൂറായിട്ടുള്ള അസരിയായിട്ടുള്ള തഫ്സീർ ഒന്ന് ഏറ്റവും പ്രഗത്ഭമായത് തൊബരി തന്നെയാണ്. തഫ്സീർ തൊബരി തന്നെയാണ്. അതിൽ ഖുർആനോടും സുന്നത്തിനോടും ഏറ്റവും അടുത്ത് നിൽക്കുന്ന മുഖ്യ അവലംബമായിട്ട് പിന്നീട് വന്നവരൊക്കെ സ്വീകരിച്ചു വന്ന തഫ്സീർ തൊബരിയാണ്. അദ്ദേഹം മരിക്കുന്നത് ഹിജറ 310 അദ്ദേഹം മരിക്കുന്നത്. 4-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. രണ്ടാമത്തെ തഫ്സീർ വരുന്നത് ബഗവിയാണ്. അവലംബിക്കപ്പെടുന്ന രണ്ടാമതൊരു തഫ്സീർ ബഗവിയാണ്. ബഗവിൻ്റെ തഫ്സീറിനുള്ള പ്രത്യേകത, ബഗവി സ്വന്തമായി തഫ്സീർ എഴുതല്ല ചെയ്തത്. സഅലബി എന്ന് പറയുന്ന ഒരാളുടെ തഫ്സീറുണ്ട്. സഅലബി അദ്ദേഹം വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ തഫ്സീർ, ഈ സഅലബിക്കുള്ള പ്രത്യേകത പണ്ഡിതന്മാർ പറയില്ല ഹാത്തിബുലയിൽ നിന്നാണ്. രാത്രി വിറക് പെറുക്കണ ആൾ എന്ന് പറഞ്ഞാൽ കഴി കിട്ടിയൊക്കെ പെറുക്കും. ഇരുട്ടത്ത് പെറുക്കി അങ്ങനെ ഉണ്ടാവുമല്ലോ. അതേമാതിരി എന്തെല്ലാം കിട്ടിയതെല്ലാം എഴുതിയിട്ടുള്ള ഒരാളാണ് ആര്? സഅലബി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുകളിൽ ലൈഫും ഉണ്ട്, മൗലൂ ഉണ്ട്, ഇസ്രായേലിയാത്തും ഉണ്ട്, എല്ലാം ഉണ്ടാവും. എന്തൊക്കെയാണോ അതുമായി ബന്ധപ്പെട്ട് കിട്ടി അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ആളാണ്. ഈ സഅലബിയുടെ ഗ്രന്ഥം മുഖ്തസറാക്കുകയാണ് ബഗവി ചെയ്തത്. അതാണ് സഅലബിയുടെ ആ ഗ്രന്ഥം ഇഖ്തിസാർ ചെയ്ത് ചുരുക്കിയപ്പോൾ അദ്ദേഹം മൗലു ആയ എല്ലാ റിപ്പോർട്ടുകളും ഒഴിവാക്കി, നിർമ്മിതമായ ഹദീസുകളൊക്കെ ഒഴിവാക്കി. അതുപോലെ തന്നെ ബിദഈ അഭിപ്രായങ്ങൾ, അത്തരം ആളുകളുടെ അഭിപ്രായങ്ങളും ഒഴിവാക്കി. എന്നിട്ട് ഒരു സുരക്ഷിതമായ ഒരു ഗ്രന്ഥം എന്ന രീതിയിലാണ് ബഗവി അത് ചുരുക്കിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ബഗവി അഹ്ലുസുന്നത്ത് മൊത്തത്തിൽ അംഗീകരിക്കുന്നു. കാരണം മൗദൂആത്തുകൾ അതിലില്ല, മൊത്തത്തിലില്ല. അതുപോലെ തന്നെ ബിദഈ ചിന്തകൾ അതിലില്ല. ആ നിലക്ക് ബഗവിയെ മൊത്തത്തിൽ അംഗീകരിക്കുകയാണ് ചെയ്തു വരുന്നത്. അപ്പോൾ ആ നിലക്ക് ബഗവി അംഗീകരിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട തഫ്സീറായി ഉദ്ധരിക്കുന്നത് ഇബ്നു അത്തിയ്യയുടെ തഫ്സീറാണ്. അൽ മുഹററുൽ വജീസ് എന്ന് പറയുന്ന ഇബ്നു അത്തിയ്യ ലുന്ദുലുസിയാണ്, സ്പെയിൻകാരനാണ്. അദ്ദേഹത്തിൻ്റെ തഫ്സീറും അഹ്ലുസുന്നത്തിൻ്റെ ആശയത്തോട് ഏറെ അടുത്തു നിൽക്കുന്ന തഫ്സീറാണ്. പിന്നീട് വന്ന തഫ്സീറുകളിൽ അറിയപ്പെടുന്നതാണ് ഇബ്നു കസീർ ഏകദേശം തൊബരിയെ അവലംബിച്ചുകൊണ്ട് രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. തൊബരിയിൽ വന്നിട്ടുള്ള ഹദീസുകൾ അദ്ദേഹം അവലംബിക്കുകയും പൂർവ്വ തൊബരിയിലൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഇബ്നു അബ്ബാസ്, ഇബ്നു മസൂദ് തുടങ്ങിയിട്ടുള്ള ആസാറുകൾ അവലംബിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇബ്നു കസീർ ആ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇസ്രായേലിയാത്ത് വളരെ കുറവാണ്. അഥവാ അദ്ദേഹം ഉദ്ധരിക്കുന്നുവെങ്കിൽ ഇത് ഇസ്രായേലിയാത്താണ് എന്ന് മൊത്തത്തിൽ അദ്ദേഹം പറയുകയും ചെയ്യും. ഇങ്ങനെ ഒരു ഇസ്രായേലിയാത്ത് ഉണ്ട് എന്ന് പറയും. ചിലയിടത്ത് ഇസ്രായേലിയാത്ത് പറയില്ല, പറഞ്ഞു പോകും. ഇവിടെ ഇസ്രായേലിയാത്തായിട്ടുള്ള കുറേ കഥകൾ ഈ ആയത്തിൻ്റെ കൂടെ പറയുന്നുണ്ട്. അതൊന്നും ഇവിടെ പരാമർശിക്കാൻ യോഗ്യമല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ആ ഒരു നിലപാടിൽ അഹ്ലുസുന്നത്തിൻ്റെ ആസാറുകളുടെ അടിസ്ഥാനത്തിൽ ഏറെ സ്വീകരിക്കാൻ പറ്റുന്ന തഫ്സീറാണ് ഇബ്നു കസീർ. ഇബ്നു കസീറും നമ്മൾ അവലംബിക്കുമ്പോൾ തഹ്ഖീഖുള്ളതുണ്ട്. ഇപ്പോൾ തഹ്ഖീഖുള്ളത് തന്നെ നമ്മൾ നോക്കണം. കാരണം ഈ തഫ്സീറിൽ ഇബ്നു കസീർ ആണെങ്കിലും ചില വിഷയത്തിലുള്ള ഹദീസുകൾ ഹസൻ ഉണ്ടാകും, ലഈഫ് ഉണ്ടാകും. ഇതൊക്കെ ആര് ഉദ്ധരിക്കുന്നുണ്ട്? ഇബ്നു കസീറിലുണ്ട്. അപ്പോൾ നന്നായി തഹ്ഖീഖ് നടത്തിയിട്ടുള്ള അത്തരം ഗ്രന്ഥങ്ങൾ ഇപ്പം നമുക്ക് ലഭ്യമാണ്. എന്നല്ല, നമ്മൾ ഏതൊരു ഗ്രന്ഥമാണെങ്കിലും അത് ഒരു തഹ്ഖീഖ് ഉള്ളതാണ് ഇനിയുള്ള കാലത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതാണ് നമുക്ക് ഏറ്റവും സുരക്ഷിതത്വം. ഒന്നും കൂടി നമ്മൾ പറയുന്നത് കൃത്യത വരുമല്ലോ.
ഒരു ഉറപ്പുണ്ടാവുമല്ലോ അത് പറയേണ്ടത് തന്നെയാണ്, ശരി തന്നെയാണ് എന്ന്. അങ്ങനെ അത് പരിശോധിച്ചൊരു പണ്ഡിതൻ അങ്ങനെ പറയുമ്പോൾ നമുക്ക് കുറേ ആശ്വാസമുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാ ഗ്രന്ഥങ്ങൾക്കും ഇപ്പോൾ തഹ്ഖീഖുള്ളത് കിട്ടാണ്ട്. അപ്പോൾ ആ നിലക്ക് ഇബ്നു കസീറുണ്ട്. പിന്നെ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ തഫ്സീർ എഴുതിയിട്ടുണ്ട്. അതാണ് അദ്വാ ഉൽ ബയാൻ, ഷങ്കീത്തിയുടെ അദ്വാ ഉൽ ബയാൻ. അത് നമുക്കുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അത് പഠിപ്പിക്കുന്ന ആളുകൾക്ക് നല്ല ഉപകാരമാണ്. ഒരായത്ത് കിട്ടിയാൽ ഈ ആയത്തുമായി ബന്ധപ്പെട്ടിട്ട് ഖുർആനിൽ എവിടെയെല്ലാം ഏതൊക്കെ ആയത്തുകൾ വന്നു എന്ന് ഈ ആയത്തുകളൊക്കെ അവലംബിച്ചുകൊണ്ടാണ് അദ്ദേഹം അതിൻ്റെ തഫ്സീർ പറയുക. അതുകൊണ്ട് അദ്വാ ഉൽ ബയാൻ ഷങ്കീത്ത് ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയയാളാണ്. വലിയ പൗരാണിക പണ്ഡിതനൊന്നല്ല, ആധുനികനാണ്. പക്ഷേ വളരെ ഉപകാരമാണ്. ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ പഠിപ്പിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയത്തിലുള്ള എല്ലാ ആയത്തുകളും നമുക്ക് ഒരുമിച്ച് കിട്ടുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. ഒരു ധാരണ കിട്ടുമല്ലോ അങ്ങനെയാകുമ്പോൾ, ഖുർആനിൽ ഈ വിഷയത്തിൽ എന്തൊക്കെ വന്നു എന്നുള്ളത്. അപ്പോൾ അതിന് നമുക്ക് നന്നായിട്ട് സഹായിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അദ്ദേഹം നല്ലൊരു ഫഖീഹാണ്. ആ നിലക്ക് ഫിഖഹിയായ ചർച്ചയും അദ്ദേഹത്തിൻ്റെതുണ്ട്. മദ്ഹബി പക്ഷപാതിത്വമില്ല, ഒരു ആഫ് മുജാഹിദാണ്. അപ്പോൾ ആ നിലക്കുള്ള നിലപാടും അദ്ദേഹത്തിനുണ്ട്. ചില വിഷയങ്ങളിലൊക്കെ അദ്ദേഹം മാലിക്കി മദ്ഹബിനൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയും. ചില വിഷയങ്ങൾ അദ്ദേഹം ഇസ്തിത്റാദായിട്ട് പറയലുണ്ട്, ഇടയ്ക്കൊക്കെ ഉണ്ടാവും. അങ്ങ് പറഞ്ഞു പോയാൽ ചിലപ്പോൾ ഒരു ജുസ് മുഴുവൻ ഒരു വിഷയത്തിൽ പറയുന്ന മാതിരി 10-25 പേജൊക്കെ ഉണ്ടാവും. നമുക്കതൊന്നും ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ രീതി അതാണ്. എന്നാലും മൊത്തത്തിൽ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെ ഈ വിഷയം മനസ്സിലാക്കാം എന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. മറുഭാഗത്ത് നമ്മുടെ റഈൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില തഫ്സീറുകളുണ്ട്. ഞാൻ സൂചിപ്പിച്ചു പോകുക മാത്രമേ ചെയ്യണത്. അതിലൊന്ന് ബഹറുൽ മൊഹീത്താണ്. അത് തഫ്സീറും ബിർ റഈ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇജ്തിഹാദിയായ റഈൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം വിഷയങ്ങൾ അതിലുണ്ടാവും. അത് അബൂ ഹയ്യാൻ്റെതാണ്. മറ്റൊന്ന് റൂഹുൽ മആനി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ സമസ്തക്കാരൊക്കെ ഏറ്റവും അധികം ഉപയോഗപ്പെടുത്തുന്ന ഒരു തഫ്സീർ കൂടിയാണ് റൂഹുൽ മആനി. ആലൂസിൻ്റെതുണ്ട്. പിന്നെ നമുക്കറിയപ്പെടുന്നൊരു തഫ്സീറാണ് ബൈലാവി ശരിക്കും പറഞ്ഞാൽ സമഖ്ശരിൻ്റെ തഫ്സീറുണ്ട് കശാഫ്. അത് തീർത്തും മുഅ്തസിലിയാണ്. മുഅ്തസിലി ബിദ്ഈ ആശയം എങ്ങനെയൊക്കെ വക്രീകരിച്ച് പ്രചരിപ്പിക്കാൻ കഴിയോ അതിനു വേണ്ടി പരിശ്രമിച്ച ഒരു ഗ്രന്ഥാണേത് കശാഫ്. അതിൽ നമ്മൾ വേറിച്ച് മനസ്സിലാക്കേണ്ട എന്താ അറിയോ, കശാഫ് എന്തിനു വേണ്ടി എഴുതിയെന്ന് ചോദിച്ചാൽ കശാഫ് അദ്ദേഹത്തിൻ്റെ തഫ്സീറല്ല, അദ്ദേഹത്തിൻ്റെ ഉസ്താദിൻ്റെ അഷ്മീഡ് ഉസ്താദിൻ്റെ അത് അദ്ദേഹം ഇങ്ങോട്ട് കടമെടുത്ത് എഴുതിയതാണ്. പക്ഷെ അത് മുഅ്തസിലി ആശയത്തിനനുസരിച്ച് ഖുർആൻ എങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കണം അതിനുള്ള എല്ലാ തന്ത്രങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ലക്ഷ്യം എന്താണ്? ഖുർആൻ്റെ ബലാഗയും നഹ്വും പഠിക്കൽ മാത്രമല്ല, അവിടെ മുഅ്തസിലി ആശയം പറയൽ കൂടിയാണ് ലക്ഷ്യം. അതിനനുസരിച്ച് ആയത്തുകളെ വ്യാഖ്യാനിക്കലാണ്. അതേസമയത്ത് മറ്റു ചില തഫ്സീറുകൾ അവർ തഫ്സീറാണ് ലക്ഷ്യം വെച്ചത്. പക്ഷേ തഫ്സീർ പറയുന്നതിൻ്റെ ഇടയിൽ കൂടെ ഏത് വരും? ചിലപ്പോൾ ഇങ്ങനെയുള്ള അശ്ശരി ചിന്തയോ അല്ലെ മാതുരീദിയത്തോ അതുപോലുള്ളതൊക്കെ ഇനി കടന്നു വരും. അത് സ്വാഭാവികമായിട്ട് കടന്നു വരുന്നതാണ്. അതിനുവേണ്ടിയല്ല അവർ ആ തഫ്സീർ എഴുതുന്നത്. ഈ കശാഫിനെ അവലംബിച്ചുകൊണ്ട് ആണ് ബൈലാവി എഴുതിയിട്ടുള്ളത്. അപ്പം എന്ത് ചെയ്തു? ആ മുഅ്തസിലി ചിന്തകളെ മാറ്റി വെച്ചിട്ട് അശ്ശരി ചിന്തക്കനുസരിച്ചുകൊണ്ട് അതിനെ അവലംബിച്ചു. മുഖ്യമായിട്ടും നഹ്വും ബലാഗയും ഖിറാത്തുകളൊക്കെയാണ് ഏതിലുള്ളത്? കശാഫിലും ബൈലാവിയിലൊക്കെ ഉള്ള മുഖ്യ വിഷയം. ആ നിലക്കുള്ള ചർച്ചകളും പഠനങ്ങളുമാണ്. ജലാലൈനിയും അതിൻ്റെ മറ്റൊരു രൂപം തഫ്സീറുർ റഈലാണ് ജലാലൈനിയും വരുന്നത്. പക്ഷെ ജലാലൈനിയുടെ ഉദ്ദേശം എന്താണ്? ഖുർആൻ്റെ വാക്കർത്ഥം പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണ്. വല്ലപ്പോഴൊക്കെ അതിൻ്റെ കൂടെ നഹ്വും കുറച്ചൊക്കെ പറയും. പക്ഷെ സ്വാഭാവികമായിട്ടും ജലാലൈനിയും ഏത് വരുന്നുണ്ട്? ചില മുആഖദാത്തുകൾ അശ്ശരി സ്വാധീനം അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ വരുന്നുണ്ട്. അത് രണ്ടാളുകൾ എഴുതിയതുകൊണ്ടാണ്. ജലാലുദ്ദീനുൽ മഹല്ലിയും ജലാലുദ്ദീൻ സുയൂത്തിയും എഴുതിയത് കൊണ്ടാണ് അതിനങ്ങനെ ഒരു പേരും വന്നത്. ആ ഗ്രന്ഥത്തിൽ വന്ന അബദ്ധങ്ങൾ എന്തൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അത് മാത്രമായിക്കൊണ്ട് ചില പണ്ഡിതന്മാരൊക്കെ ഗ്രന്ഥം എഴുതുകയും ചെയ്തിട്ടുണ്ട്. മുആഖദാത്തുൽ ജലാലൈനി എന്ന് പറഞ്ഞിട്ടും മറ്റുള്ള രീതിയിലൊക്കെ ഉണ്ട്. ചില ജലാലൈനിയുടെ ഗ്രന്ഥത്തിൽ തന്നെ അതിനാവശ്യമായ ഇത്തരത്തിലുള്ള അടിക്കുറിപ്പുകൾ നൽകുന്നുണ്ട്. ഈ പറഞ്ഞതിന് ദലീലില്ല, തെളിവില്ല ഇദ്ദേഹം ഉദ്ധരിച്ച കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അതിൽ അശ്ശരിയത്ത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അടിക്കുറിപ്പുകൾ ചെറിയ തോതിലൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം.
11 ഇനി തഫ്സീറുകളിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇസ്രായേലിയാത്തുകളാണ്. അത് ധാരാളം തഫ്സീറുകളിൽ ഇസ്രായേലിയാത്തുകൾ ധാരാളം വരുന്നുണ്ട്. ഈ ഇസ്രായേലിയാത്തുകളായിട്ട് ഒരുപാട് കഥകൾ വരുന്നുണ്ട്. അപ്പം അതിൽ ഒന്ന് കഅബ് ിൽ നിന്നുള്ള ഉദ്ധരണികളാണ് ഒന്നുണ്ടാകുക, മറ്റൊന്ന് വഹബ് ബിൻ മുനബ്ബഹ്, മറ്റൊരാൾ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ്. ഈ 3 ആളുകൾ എന്നുള്ള ഉദ്ധരണികളാണ് കൂടുതലും തഫ്സീറിൽ കാണുക ഇസ്രായേലിയാത്ത്. അപ്പം ഈ 3 ആളുകൾക്കുള്ള പ്രത്യേകത, ഇവർ വേദക്കാരെന്ന് പഠിച്ച ആളാണ്. ഇപ്പം കഅബ് റളിയല്ലാഹു അൻഹു നബി വഫാത്തായ ശേഷം ഇസ്ലാമായ ആളാണ്. അതിനു മുമ്പ് അദ്ദേഹം പുരോഹിതനാണ്. വഹബ് ബിൻ മുനബ്ബഹും ഏകദേശം പുരോഹിതനായിട്ട് മതപണ്ഡിതനായിട്ടുള്ള ആളാണ്. പിന്നെ ഇസ്ലാമിലേക്ക് വന്ന വ്യക്തിയാണ്. അപ്പം ഇങ്ങനെയുള്ള അഹ്ലു കിതാബികളിൽ നിന്ന് ധാരാളം പഠിച്ച ആളുകളായതുകൊണ്ട് അവരെ തഫ്സീറുകളിൽ പല ആയത്തുകളും പറയുമ്പോൾ അതിൻ്റെ കൂടെ എന്തുണ്ട്, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ബൈബിളിലുള്ള ഏതെങ്കിലും കഥകളോ കാര്യങ്ങളൊക്കെ അതിനോട് ചേർത്ത് അവർ പറയും. അവരത് പറയുന്നത് അത് ദലീലായിട്ടോ അതൊരു പ്രമാണമായ രേഖയായിട്ടോ അല്ല ഉദ്ധരിക്കുന്നത്, മറിച്ച് ഇസ്തിഷ്ഹാദാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാ ആ കാര്യം വിശദീകരിക്കുന്നുണ്ട്. ഇസ്രായേലിയാത്തുകൾ എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ ഇത് ഇസ്തിഷ്ഹാദ് മാത്രമാണ്, അതല്ലാതെ ഹുജ്ജത്തല്ല, ദലീലല്ല, ഈ വിഷയത്തിലുള്ള തെളിവല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ നിലക്ക് ധാരാളം ഇത്തരം ചില ആളുകളിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കുറച്ചൊക്കെ ഇത്തരം ബൈബിളിൽ വന്ന കഥകളും സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ വരുന്നുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വളരെ അപൂർവമായിട്ടേ വരികയുള്ളൂ. കാരണം അവരവരുടെ പശ്ചാത്തലങ്ങൾ അതിലൊരു സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പം അങ്ങനെ ഇസ്രായേലിയാത്ത് വരുമ്പോൾ അത് 3 തരമായി നമുക്ക് വേർതിരിക്കാൻ കഴിയും. അതിലൊന്ന് സഹീഹാണ് എന്ന് അറിയപ്പെട്ടത്, കാരണം അക്കാര്യം ഖുർആനിൽ വന്നിട്ടുണ്ട്, അല്ല ഹദീസിൽ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നാൽ നമുക്കതെന്താണ്, സംശയമില്ലാതെ സ്വീകരിക്കാം. രണ്ടാമത്തത് കളവാണ് എന്ന് വ്യക്തമാക്കപ്പെട്ടത്, അതൊരിക്കലും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഒരുപാട് സംഭവങ്ങളുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നബിമാരെ കുറിച്ചൊക്കെ വളരെ മോശമായ രൂപത്തിലുള്ള പരാമർശങ്ങൾ ബൈബിളുകളിൽ വന്നിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ചില മുഫസ്സിറുകൾ അതും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇപ്പോൾ യൂസുഫ് നബിൻ്റെ ചരിത്രം പറയുന്നിടത്ത് പറയുന്നില്ല, വഹമ്മ ബിഹ എന്നൊക്കെ പറയുന്നില്ലേ, ലൗല അറാ ബുർഹാൻ റബ്ബി, അവിടെയൊക്കെ ചില കഥകളൊക്കെ പറയുന്നുണ്ട്. അതേപ്രകാരം തന്നെ ബിൽക്കീസിന് തുണി പൊക്കിക്കയറ്റി അങ്ങനെ നടന്നുപോയ സംഭവം പറയുന്നുണ്ടല്ലോ ബിൽക്കീസിൻ്റെ. അവിടെയൊക്കെ എന്തിനാണ് അങ്ങനെ ചെയ്തതിനൊരു കാരണം വിശദീകരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇസ്രായേലിയത്താണ്, മതപരമായ ഒരു അടിസ്ഥാനമില്ല. കാരണം ഒരു മാന്യ വ്യക്തി ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ്. അങ്ങനത്തെ കാര്യങ്ങൾ നബിമാരുന്നുണ്ടായി എന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചില സംഗതികളൊക്കെ കളവാണ്, തെറ്റാണ് എന്ന് തർക്കമില്ലാതെ നമുക്ക് പറയാൻ പറ്റുന്ന കുറേ ഇസ്രായേലിയത്തുകളുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു ഇനമാണ് നമ്മൾ കുടുങ്ങണ ഇനം. അതെന്താന്ന് ചോദിച്ചാൽ ശരിയാണെന്നും പറയാൻ കഴിയില്ല, കളവാണെന്നും പറയാൻ കഴിയില്ല. അങ്ങനത്തെ കുറേ സംഭവമുണ്ട്. സഹിയ ഹദീസിലൊന്നും അത് വന്നിട്ടില്ല, എന്നാൽ ഇസ്ലാമിക പ്രമാണം അനുസരിച്ച് അതിന് തെറ്റാണെന്നും പറയാൻ കഴിയില്ല. അപ്പോൾ ആ ജാതി കുറേ കാര്യങ്ങൾ കൂടി ഏതിലുണ്ട്, ഈ ബൈബിൾ കഥകളുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അപ്പം അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? റസൂല് പറഞ്ഞത് ലാ തുസദ്ദിഖൂഹും വലാ തുകദ്ദിബൂഹും എന്നാ. ഇങ്ങനത്തെ കഥകളൊക്കെ സഹാബികളോട് യഹൂദന്മാർ പറയുമ്പോൾ റസൂല് നിർദ്ദേശിച്ചത് ലാ തുസദ്ദിഖൂ, നിങ്ങളത് സത്യപ്പെടുത്തും വേണ്ട, വലാ തുകദ്ദിബൂഹും, കളവാണെന്നും പറയണ്ട. അഥവാ അത് നമ്മളെ പ്രമാണമല്ല, അത് കളവും അല്ല സത്യവും അല്ല, നമ്മൾ മാറ്റി വെക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കെന്തല്ല, അത് പ്രമാണമായിട്ട് നമ്മൾ സ്വീകരിക്കണില്ല. അപ്പോൾ ഒരായത്തിൻ്റെ ആശയം വ്യക്തമാക്കാൻ വേണ്ടി നമുക്ക് ഇത് പ്രമാണമല്ല. അതേസമയത്ത് ഇങ്ങനെ ഒരു കഥ അല്ല ഒരു സംഭവം ഈ ആയത്തുമായി ബന്ധപ്പെട്ടിട്ട് ബൈബിളിലുണ്ട്, ഇസ്രായേലിയാത്തുകളുടെ കയ്യിലുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെന്ന് മാത്രം. പക്ഷേ അത് സത്യമാണോ അല്ലയോ എന്നുള്ള അള്ളാഹു ആലം. ഈ നിനക്ക് 3 വിഭാഗമാണ് ഇസ്രായേലിയത്തുള്ളത്. അതുകൊണ്ട് ഒരിക്കലും ഇസ്രായേലിയാത്തുകൾ നമ്മൾ പറയുന്ന എന്തിനാവരുത്, ദലീലായിട്ട് ഹുജ്ജത്തായിട്ട് ആവരുത്. നമ്മളത് സത്യമാണെന്ന് വിശ്വസിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മളത് പറയുന്നത്. ഇങ്ങനെ ഒരു ശവാഹിദുകളുടെ കൂട്ടത്തിൽ നമുക്ക് വേണം എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാമെന്ന് മാത്രം. ഇതാണ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി കുറേ കാര്യങ്ങൾ ബാക്കി വെച്ച് ഞാൻ പോവുകയാണ്. കാരണം 11:30 ആനക്കോട്ട് പുറത്ത് ക്ലാസ് തുടങ്ങേണ്ടത്.
ഓല് കാത്തു നിൽക്കും. 11 കാലായില്ലേ, അപ്പോൾ ഇനി ചർച്ചയ്ക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ ഏതായാലും തഫ്സീറുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെറിയൊരു ധാരണയോടുകൂടെ തഫ്സീറുകളെ സമീപിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരവസരമുണ്ടാകും. അപ്പോൾ ആ ഒരു സമീപനം നമ്മുടെ ഭാഗത്തുനിന്ന് തഫ്സീർ പഠിപ്പിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക് നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടി നമുക്ക് ഒരു ധാരണയോടുകൂടെ തന്നെയും ഒരബദ്ധം വരാത്ത രീതിയിലും നമ്മൾ പറയുന്നതും അള്ളാഹ് ഉദ്ദേശിച്ചതും ഒന്ന് തന്നെയാണെന്ന് ബോധ്യം വരുന്ന രീതിയിൽ നമുക്ക് പറയാൻ കഴിയണം. അതാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ആ നിലക്ക് ഖുർആനെ സമീപിക്കുക. ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയൊന്നുമല്ല, അതിനൊന്നും ഞാൻ അർഹനുമല്ല. പക്ഷെ നമ്മൾ ഒന്നാണ് എന്നുള്ള നിലക്ക് പരസ്പരം പങ്കുവെച്ചു എന്നേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ശരിയായ വിധത്തിൽ ഖുർആൻ പഠിക്കുവാനും അത് പഠിപ്പിച്ച് ഈ ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള ഒരു ഇൽമായി തീരുവാനുമൊക്കെ അള്ളാഹ് നമുക്ക് സഹായിക്കുകയും തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.